എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. നേരെ കഥയിലേക്ക്. കഥയുടെ തുടക്കത്തിൽ തന്നെ ഓസ്ലോ നഗരത്തിലെ തണുപ്പ് ഒരാളെ ഉള്ളിൻ്റെ ഉള്ളിൽ വരെ മരവിപ്പിക്കുമെന്ന് ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇന്നാ തണുപ്പിൽ പോലും എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. ഞാൻ എൻ്റെ ചെറിയ ഫ്ലാറ്റിൻ്റെ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി. റോഡിൽ മഞ്ഞു പരന്നു കിടക്കുന്നു. മൂടൽമഞ്ഞ കെട്ടിടങ്ങളുടെ മുഖം മറച്ചു. പലപ്പോഴും ഈ നഗരത്തിലെ നിശബ്ദത പോലും ഒരു കുറ്റകൃത്യത്തിൻ്റെ ഭാരം വഹിക്കുന്നതായി എനിക്ക് തോന്നും. ഒരുപക്ഷെ അതുകൊണ്ടാണ് എൻ്റെ ഉള്ളിലെ അസ്വസ്ഥതകളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയാത്തതും. മദ്യപാനം, എൻ്റെ തകർന്നുപോയ ബന്ധങ്ങൾ, ഈ ചിന്തകളൊക്കെയാണ് എന്നെ രക്ഷപ്പെടാൻ അനുവദിക്കാത്തത്. ഇതെല്ലാം ചിന്തിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചു. ഞാൻ റിസീവർ എടുത്തപ്പോൾ ബ്യൂറോയിൽ നിന്നും ശബ്ദം വന്നു. ഒരു ബാങ്കിൽ കവർച്ച നടന്നിരിക്കുന്നു. ഞാനുടൻ അവിടെ എത്തണം. എൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ബാങ്ക് കവർച്ചയുടെ വാർത്ത സാധാരണമാണ്. എന്നാൽ വിവരം നൽകിയ രീതിയിൽ നിന്ന് ഇത് സാധാരണ സംഭവമല്ലെന്ന് വ്യക്തമായി. ഞാൻ കട്ടിയുള്ള കോട്ടെടുത്തിട്ടു. അരയിൽ പിസ്റ്റൾ തിരികെ വാതിലടച്ചു. ഞാൻ കാറിനടുത്തേക്ക് നീങ്ങിയപ്പോൾ മഞ്ഞുകാറ്റ് മുഖത്ത് തട്ടി. എഞ്ചിൻ്റെ മുരൾച്ചയോടൊപ്പം മനസ്സിൽ ചോദ്യങ്ങളുയർന്നു. ആര്, എന്തുകൊണ്ട്, എങ്ങനെ? ഈ നഗരത്തിലെ കുറ്റകൃത്യങ്ങളുടെ കഥകൾ ഞാൻ ദിവസവും കേൾക്കുന്നു. ബാങ്കിൻ്റെ പുറത്തെത്തിയപ്പോൾ ചുവപ്പും നീലയും വിളക്കുകൾ കൊണ്ട് റോഡ് മുഴുവനും തിളങ്ങുകയാണ്. പോലീസ് വാഹനങ്ങൾ, പത്രപ്രവർത്തകരുടെ കൂട്ടം, ഞെട്ടലോടെ നിൽക്കുന്ന ആളുകൾ. ബാങ്കിൻ്റെ വലിയ ചില്ലുവാതിൽ തകർന്നിരിക്കുന്നു. രക്തക്കറകൾ മഞ്ഞിൽ പടർന്നു. ഇവിടെ ആരുടെയോ ജീവനെടുത്തിരിക്കുന്നു. അകത്തേക്ക് കടന്നപ്പോൾ ഭയത്തിൻ്റെയും പരിഭ്രമത്തിൻ്റെയും ഗന്ധമായിരുന്നു അന്തരീക്ഷത്തിൽ. മൂലകളിൽ നിന്ന് ആളുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ചിലർ കരയുന്നു. ആരോ അവരുടെ സുരക്ഷാമതിൽ പെട്ടെന്ന് തകർത്തതുപോലെ. എൻ്റെ കണ്ണു പതിച്ചത് ഒരു സ്ത്രീയുടെ മേലായിരുന്നു. ബാങ്കിലെ കാഷ്യർ. അവളുടെ കണ്ണുകൾ തുറന്നു കിടന്നു. തലക്കരികിൽ രക്തം കട്ട പിടിച്ചിരിക്കുന്നു. അവസാന നിമിഷം വരെ എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചതുപോലെ അമ്പരപ്പിൻ്റെ ഒരു നിഴൽ അവളുടെ മുഖത്ത് തങ്ങി നിന്നു. ഞാൻ കുനിഞ്ഞ് അവളെ നോക്കി. എൻ്റെ ഉള്ളിലൂടെ ഒരു വിറയൽ പാഞ്ഞു. കൊലപാതകവും കവർച്ചയും ഒരുമിച്ച് വരുമ്പോൾ അത് അപകടകരമായ സൂചന നൽകുന്നു. കുറ്റവാളികൾ പണത്തിന് വേണ്ടി മാത്രമല്ല വന്നത്. ഇതൊരു സന്ദേശമായിരുന്നു. അവിടെയുണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡിനോട് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു. അവൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, അവർ മാസ്ക് ധരിച്ചിരുന്നു. എല്ലാം വളരെ പ്രൊഫഷണലായിട്ടാണ് ചെയ്തത്. പെട്ടെന്ന് അകത്ത് കയറി നേരെ ക്യാഷ് കൗണ്ടറിലെത്തി. നിമിഷങ്ങൾക്കകം ബാഗ് നിറച്ചു. എന്നാൽ ഈ സ്ത്രീ ചെറുതായി ഒന്ന് ഇറങ്ങിയപ്പോൾ അവരിൽ ഒരാൾ ഒന്നും ആലോചിക്കാതെ വെടിയുതിർത്തു. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരുതരം തീ ആളിക്കത്തി. നിരപരാധികളുടെ രക്തത്തിൽ കളിക്കുന്നത് ഏത് മാനസികാവസ്ഥയുടെ ഭാഗമാണോ എന്തോ. എന്തായാലും അതിനെ നേരിടുക എന്നതാണ് എൻ്റെ ജോലി. പക്ഷെ ഓരോ തവണയും ഒരു മൃതദേഹത്തെ കാണുമ്പോൾ എൻ്റെ തലച്ചോറിലെ ഇരുണ്ട മുറിയിൽ പഴയ മുറിവുകളുടെ പ്രതിധ്വനി തിരികെ വരും. ഞാൻ ചുറ്റും നോക്കി. സമയം, ക്യാമറകളുടെ കോണുകൾ, തകർന്ന ചില്ലുകൾ, ഷൂസിൻ്റെ പാടുകൾ. കുറ്റവാളികൾ ശ്രദ്ധയോടെയാണ് വന്നതെങ്കിലും എവിടെയെങ്കിലും അവർക്ക് തിടുക്കം സംഭവിച്ചിട്ടുണ്ടാകും. ഓരോ കുറ്റവാളിക്കും തെറ്റുപറ്റും. ഇത് ആലോചിച്ച് ഞാൻ തെളിവുകൾ ശേഖരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പുറത്തു വന്നു. പുറത്ത് വെളിച്ചമില്ലായിരുന്നു. പക്ഷേ പിരിമുറുക്കത്തിൻ്റെ വെളിച്ചം എല്ലാവരുടെയും മുഖത്തുണ്ട്. പത്രപ്രവർത്തകർ ചോദ്യങ്ങൾ എറിഞ്ഞു. ഇതൊരു ഗ്യാങ്ങിൻ്റെ ജോലിയാണോ? പോലീസ് പരാജയപ്പെടുകയാണോ? ഞാൻ നിശബ്ദത പാലിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. ഇത്തരം സ്ഥലങ്ങളിൽ വാക്കുകൾ പലപ്പോഴും വെറുതെ തീയായി മാറും. കാറിൻ്റെ സീറ്റിലിരുന്നപ്പോൾ നിശബ്ദത തകർന്നു. മൊബൈലിൽ മറ്റൊരു കോൾ വന്നു. ഒരു സ്ത്രീയുടെ ശബ്ദം. റാഖേൽ. അവളുടെ പേര് കേട്ടപ്പോൾ എൻ്റെ നെഞ്ചു വലിഞ്ഞു മുറുകി. അവളെൻ്റെ കഴിഞ്ഞുപോയ കാലത്തിൻ്റെയും പൂർത്തിയാക്കാത്ത ബന്ധങ്ങളുടെയും നിഴലാണ്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവൾ ചോദിച്ചു. ഞാൻ കുറച്ചു നേരം നിശബ്ദനായി നിന്നു. എന്നിട്ട് പറഞ്ഞു, കുഴപ്പമില്ല. ഒരു കേസ്, കുറച്ച് പ്രശ്നമാണ്. ശബ്ദത്തിലെ ക്ഷീണം മറഞ്ഞിരുന്നില്ല. ആ രാത്രി ഞാൻ ഓഫീസിലേക്ക് മടങ്ങി. ഡെസ്കിലെ ലാബിൻ്റെ വെളിച്ചത്തിൽ എല്ലാ രേഖകളും ചിതറിക്കിടക്കുന്നു. കേസ് ഫയൽ തുറന്ന് ഫോട്ടോ കണ്ടു. മരിച്ച സ്ത്രീയുടെ മുഖം, വെടിയുണ്ടയേറ്റ മുറിവ്, സാക്ഷികളുടെ മൊഴികൾ എല്ലാം മനസ്സിലൂടെ കറങ്ങിക്കൊണ്ടേയിരുന്നു. പക്ഷേ ചോദ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു കവർച്ചയായിരുന്നോ അതോ ഒരു വലിയ കെണിയുടെ ഭാഗമോ? പതുക്കെ പതുക്കെ ഇതൊരു ചെറിയ കാര്യമല്ലെന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. കഷ്ണങ്ങളായി ഒരു രൂപരേഖ എൻ്റെ മനസ്സിൽ വന്നു. രാത്രി ഒരുപാടായി. ജനൽ വഴി നോക്കുമ്പോൾ മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. ഈ വീഴുന്ന വെളുപ്പ് എൻ്റെ ഉള്ളിൽ ഇരുട്ടിനെ മൂടാൻ കഴിയില്ലെന്ന് എനിക്ക് തോന്നി. എൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പലപ്പോഴും പറയും ഞാൻ ആവശ്യമുള്ളതിലും കൂടുതൽ ചിന്തിക്കുമെന്ന്. പക്ഷേ സത്യം എന്തെന്നാൽ ഞാൻ ആവശ്യമുള്ളതിലും കൂടുതൽ അനുഭവിക്കുന്നു. ഈ തോന്നലാണ് എന്നെ വീണ്ടും വീണ്ടും മദ്യക്കുപ്പിയുടെയും ഓർമ്മകളുടെ വിജനതയിലേക്കും വലിച്ചയക്കുന്നത്. ഇന്നും എൻ്റെ വിരലുകൾ അറിയാതെ കുപ്പിയുടെ നേർക്ക് നീണ്ടു. ഞാൻ ഗ്ലാസ് നിറച്ചു. ഈ കേസ് എൻ്റെ ആത്മാവിനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ആലോചിച്ചു. കാരണം ആരെങ്കിലും ഒരു ബാങ്കിൻ്റെ ഭിത്തികൾ തകർക്കുമ്പോൾ അവർ നഗരത്തിൻ്റെ സുരക്ഷയുടെ അടിത്തറ കൂടിയാണ് ഇളക്കുന്നത്.
ആ രാത്രിയിലെ മദ്യം എനിക്ക് ഉറക്കം തരുമെന്ന് ഞാൻ കരുതി. പക്ഷെ ഉറക്കം കൂടുതൽ അകന്നു പോവുകയായിരുന്നു. തലയ്ക്ക് ഭാരം, കണ്ണുകൾക്ക് നീറ്റൽ. മനസ്സിൽ ബാങ്കിലെ അതേ രംഗം വീണ്ടും വീണ്ടും കറങ്ങുന്നു. ആ സ്ത്രീ, അവളുടെ പെട്ടെന്ന് നിലച്ച ശ്വാസം, രക്തം, അങ്ങനെ പലതും എൻ്റെ മനസ്സിലൂടെ പോകുന്നു. പ്രഭാതമായി. മഞ്ഞ് അപ്പോഴും വീശുന്നുണ്ടായിരുന്നു. ഞാൻ തണുത്ത കാപ്പി ഒരു കവിൾ കുടിച്ച് എൻ്റെ ഡയറി കുറിപ്പുകളിൽ ചില കുറിപ്പുകൾ എഴുതി. ഇതെൻ്റെ പഴയ ശീലമാണ്. ഒരു കേസ് തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെ കടലാസിൽ വാക്കുകൾ എഴുതും. അതിൽ നിന്നും സൂചനയൊന്നും ലഭിച്ചില്ലെങ്കിലും ചിലപ്പോൾ അറിയാതെ സത്യത്തിലേക്കുള്ള വഴി തുറക്കും. ഇന്നത്തെ മീറ്റിങ്ങിൽ ടീമിരുന്നു. ഫയലുകൾ പരന്നു കിടന്നു. രേഖാചിത്രങ്ങളെല്ലാം വരച്ചിരുന്നു. ഞങ്ങൾ ക്യാമറ റെക്കോർഡ്സും കണ്ടു. മുഖംമൂടി ധരിച്ചവർ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ എല്ലാം ചെയ്തിരിക്കുന്നു. അവരുടെ എല്ലാ നീക്കങ്ങളും ശാന്തവും പെർഫെക്റ്റോടെയുമായിരുന്നു, മാസങ്ങളുടെ ആസൂത്രണം പോലെ. എന്നാൽ ഒരു കാര്യം എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അവർ പ്രവേശിച്ച സ്ഥലം, പിന്നെ പുറത്തുപോയതും. അവർ മുൻവാതിലിലൂടെ പ്രവേശിച്ചു, പിന്നിലെ ഇടുങ്ങിയ തെരുവിലൂടെ അപ്രത്യക്ഷരായി. ആ തെരുവിൽ 2 കാറുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും വേഗത്തിൽ അകന്നു പോകുന്നു. നമ്പർ പ്ലേറ്റ് മങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ മനഃപൂർവ്വമാകാം. ഞാൻ ടീമിനോട് പറഞ്ഞു, നമ്മളടുത്തുള്ള എല്ലാ പെട്രോൾ പമ്പുകളിലും ട്രാഫിക് ക്യാമറകളും പരിശോധിക്കണം. ആ തെരുവ് പ്രധാന റോഡിലേക്ക് തുറക്കുന്ന വഴിയാണ്. എവിടെയെങ്കിലും ഒരു ക്യാമറ അവരുടെ കാറിനെ പിടിക്കാൻ സാധ്യതയുണ്ട്. അത് കേട്ടെൻ്റെ സഹപ്രവർത്തകൻ ബിയോട് അത് സമ്മതിച്ചു. പക്ഷെ അവൻ്റെ കണ്ണുകളിൽ ക്ഷീണമുണ്ടായിരുന്നു. ഈ കേസിൻ്റെ സമ്മർദ്ദം ഞങ്ങൾക്കെന്നല്ല, വകുപ്പിൽ മൊത്തത്തിലുണ്ടാകുമെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു. പരിശോധനയ്ക്ക് ശേഷം ഞാൻ പുറത്തു വന്നു. ആകാശം എപ്പോഴും മൂടൽമഞ്ഞിൽ മൂടിയിരിക്കുന്നു. സിഗരറ്റ് കത്തിക്കുമ്പോൾ കുറ്റവാളികളുടെ കാലടികൾ ഈ നഗരത്തിലെ തണുപ്പ് പോലെയായിരിക്കുമെന്ന് എനിക്ക് തോന്നി. തണുപ്പുള്ളതും ക്രൂരമായതും. ബാങ്കിനടുത്ത് വീണ്ടും പോകാൻ ഞാൻ തീരുമാനിച്ചു. രംഗം ഇപ്പോൾ ശാന്തമായിരിക്കുന്നു. വീണ്ടും ആ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു. എന്തുകൊണ്ട്? എന്തിനു വെടിവെച്ചു? അവർക്ക് പണം മാത്രമാണ് വേണ്ടതെങ്കിൽ പേടിപ്പിച്ചാൽ മാത്രം മതിയായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് കൊലപാതകം? ഇതിലെന്തോ ആഴത്തിലുള്ള എന്തോ ഒരു കാരണം ഒളിഞ്ഞിരിപ്പുണ്ട്. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, ഈ കേസുമായി എൻ്റെ സ്വന്തം ജീവിതത്തിലെ പല ചിതറിയ നൂലുകളും ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും വ്യക്തിപരമാക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. ഒരുപക്ഷെ ഇതാണ് എൻ്റെ ദൗർബല്യം. എന്നാൽ ഒരുപക്ഷെ ഇത് തന്നെയാണ് എൻ്റെ ശക്തിയും. തിരിച്ച് സ്റ്റേഷനിലെത്തിയപ്പോൾ എനിക്കൊരു കവർ തന്നു. ആരോ പേരെഴുതാതെ ഉപേക്ഷിച്ചതാണ്. ഉള്ളിലൊരു ചെറിയ കാർഡുണ്ടായിരുന്നു. അതിൽ വിചിത്രമായ വാക്കുകൾ എഴുതിയിരിക്കുന്നു. നിനക്ക് സമയത്തിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. എൻ്റെ ഉള്ളിൽ വീണ്ടും ആശങ്കയായി. ഈ സന്ദേശം എനിക്കുള്ളതായിരുന്നു. കുറ്റവാളി എന്നെ കളിയിലേക്ക് വലിച്ചയക്കുകയാണ്. ഞാൻ കാർഡ് മേശപ്പുറത്ത് വെച്ച് വളരെ നേരം നോക്കിയിരുന്നു. മനസ്സിൽ സംശയമുയർന്നു. ഈ കവർച്ച വെറും തുടക്കം മാത്രമാണോ? എൻ്റെ അന്വേഷണം മറ്റെന്തെങ്കിലും വലിയ ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടോ? രാത്രിയിൽ ഞാൻ എൻ്റെ പഴയ സുഹൃത്ത് ആർസിൻ്റെ ബാറിലെത്തി. ഇതെൻ്റെ ശീലമാണ്. മദ്യവും രാത്രിയുടെ ശബ്ദവും എന്നെ ക്ഷീണിപ്പിക്കും. പക്ഷെ എവിടെയെങ്കിലും ചിന്തിക്കാൻ ഒരു അവസരം തരും. അപ്പോഴാണ് ഒരു മനുഷ്യൻ എൻ്റെ അടുത്തേക്ക് വന്നത്. അവൻ്റെ കണ്ണുകൾ അപരിചിതമായിരുന്നു, പക്ഷെ നടപ്പിൽ പരിചിതമായി എന്തോ ഒന്ന്. അവൻ കുനിഞ്ഞ് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ബാങ്ക് കൊള്ളക്കാർ എവിടെ നിന്നാണ് വന്നതെന്ന് അറിയണമെങ്കിൽ പഴയ സെമിത്തേരിയുടെ തെരുവ് നോക്കുക. പക്ഷെ ശ്രദ്ധിക്കണം ഹാരി, നീ തേടുന്നത് നിന്നെ തന്നെ ഇല്ലാതാക്കിയേക്കും. എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് അവൻ ആൾക്കൂട്ടത്തിൽ അപ്രത്യക്ഷനായി. അടുത്ത ദിവസം രാവിലെ അവിടെ പോകണമെന്ന് തീരുമാനിച്ചു. ആ രാത്രി എനിക്ക് വീണ്ടും ഉറക്കം വന്നില്ല. ജാലകം വഴി പുറത്തേക്ക് നോക്കിയിരുന്നു. ഓസ്ലോയുടെ നീലാകാശത്തിനടിയിൽ മഞ്ഞിന്റെ നിശബ്ദത പരന്നിരിക്കുന്നു. പ്രഭാതത്തിലെ ഇരുട്ട് പതുക്കെ മാറുമ്പോൾ ഞാൻ എൻ്റെ കാറുമായി നഗരത്തിന് പുറത്തേക്ക് നീങ്ങി. റോഡുകൾ മഞ്ഞുമൂലം തെന്നിമറിയുന്നതായിരുന്നു. രാത്രിയിലെ ആ പരിചിതന്റെ സന്ദേശം എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്നു. സെമിത്തേരിയുടെ തെരുവ്. ആ തെരുവ് വളരെ പഴയ തെരുവാണ്. അവിടെ പഴയ വീടുകൾ, തകർന്ന മതിലുകൾ, മൂടൽമഞ്ഞിൽ മുങ്ങിയ മരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെമിത്തേരിയിലെ കല്ലുകൾ മഞ്ഞിൽ പകുതി മൂടിയിരുന്നു. ദൂരെ നിന്നും കാണുന്ന കുരിശുകളുടെ നിഴൽ ഒരു ഭൂതത്തെപ്പോലെ എനിക്ക് തോന്നി. ഞാൻ കാറ് നിർത്തി. പതുക്കെ നടന്ന് മുന്നോട്ട് പോയി. വല്ലാത്തൊരു നിശബ്ദത. ഷൂസിൻ്റെ ശബ്ദവും ശ്വാസമെടുക്കുന്നതിൻ്റെ ആവിയും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ശബ്ദങ്ങൾ. എന്നാൽ ഞാൻ മുന്നോട്ട് പോകുന്തോറും ആരും എന്നെ നിരീക്ഷിക്കുന്നത് പോലൊരു വിചിത്രമായ തോന്നലുണ്ടായി. മതിലിൻ്റെ അരികിൽ ചില പുതിയ അടയാളങ്ങൾ കണ്ടെത്തി. ടയറുകളുടെ പാടുകൾ മഞ്ഞിൽ വ്യക്തമായി പതിഞ്ഞിരിക്കുന്നു. ഞാൻ കുനിഞ്ഞ് അവ തപ്പി നോക്കി. അടുത്ത സമയത്ത് എപ്പോഴൊരു വാഹനം ഇവിടുന്ന് കടന്നു പോയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അവിടെ ഒരു കീറിയ ബാഗിൻ്റെ കഷ്ണവും കിടക്കുന്നുണ്ടായിരുന്നു. ഞാനതെടുത്തു. അതിൽ ബാങ്കിൻ്റെ പേര് പതിച്ചൊരു ചെറിയ ലേബൽ ഒട്ടിച്ചിരുന്നു. എൻ്റെ ശരീരത്തിലൂടെ പെട്ടെന്നൊരു വിറയൽ പാഞ്ഞു. അപ്പോൾ ഇത് സത്യമായിരുന്നു. കൊള്ളക്കാർ ഇവിടെ എവിടെയോ വെച്ച് അവരുടെ വഴി മാറ്റിയിട്ടുണ്ടാകണം. പക്ഷെ എന്തുകൊണ്ടാണ് ഈ വിജനമായ സ്ഥലം തിരഞ്ഞെടുത്തത്? ഇവിടെ വെച്ചവർ ആരെങ്കിലുമായി കണ്ടുമുട്ടിയോ? ചോദ്യങ്ങൾ കൂടുതൽ ആഴത്തിലായിരുന്നു. ഞാൻ ചുറ്റും തിരച്ചിൽ തുടർന്നു. തെരുവിൻ്റെ മൂലയിൽ സെമിത്തേരിയുടെ മതിലിനടുത്ത് മഞ്ഞിൽ പാതി പൂണ്ടുകിടക്കുന്ന ഒരു കയ്യുറ എനിക്ക് കിട്ടി. കറുത്ത ലെതറിൻ്റെ കയ്യുറയായിരുന്നു. പക്ഷേ വിരലുകളുടെ അറ്റങ്ങളിൽ ചെറിയ രക്തക്കറകൾ കട്ട പിടിച്ചിരിക്കുന്നു. ഞാനത് തെളിവായി പോക്കറ്റിലിട്ടു.
അതേ നിമിഷം എൻ്റെ നട്ടെല്ലിലൂടെ ഒരു തണുപ്പിറങ്ങിപ്പോയി. പിന്നിൽ നിന്നും ഇലകളുടെ നേർത്ത ശബ്ദം കേട്ടു. ഞാൻ ഉടൻ തന്നെ പിസ്റ്റൾ പുറത്തെടുത്ത് തിരിഞ്ഞു നോക്കി. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ കാറ്റുണങ്ങിയ കൊമ്പുകളെ ചലിപ്പിച്ചതാകാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ആരെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാകാം. എൻ്റെ ഹൃദയം ശക്തമായി മിടിക്കുന്നുണ്ടായിരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ യഥാർത്ഥ ഭയം മുന്നിലുള്ള എതിരാളിയോടല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ സംശയത്തോടാണ്. ഞാൻ കുറച്ചു നേരം അവിടെ നിന്നു. എന്നിട്ട് ഞാൻ തീരുമാനിച്ചു, ഇവിടെ കൂടുതൽ നേരം നിൽക്കുന്നത് സുരക്ഷിതമല്ല. തെളിവുകൾ എൻ്റെ പക്കലുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തണം. പോലീസ് സ്റ്റേഷനിൽ മടങ്ങിയെത്തി ഞാൻ തെളിവുകൾ മേശപ്പുറത്ത് വെച്ചു. കയ്യുറയുടെ റിപ്പോർട്ട് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സങ്കീർണമായിരുന്നു. രക്തക്കറകൾ ബാങ്കിലെ ക്യാഷ്യറായ സ്ത്രീയുടെ രക്തവുമായി ഒത്തുപോയി. അതായത് കൊള്ളക്കാരൻ ഏതെങ്കിലും വിധത്തിൽ അവളുടെ രക്തവുമായി നേരിട്ട് സമ്പർക്കത്തിൽ വന്നിട്ടുണ്ട്. ഈ കയ്യുറ പുറത്തുള്ള ആളുടേതല്ല, കുറ്റവാളിയുടെ തന്നെയാണ്. അവരെ കൂടുതൽ അടുപ്പിക്കാൻ കഴിയുന്ന ഒരു ഉറച്ച തെളിവ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. പക്ഷെ എനിക്ക് തോന്നിയത് അവരിത്രയും പ്രൊഫഷണലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് കയ്യുറ ഉപേക്ഷിച്ചത്? ഇത് മനഃപൂർവ്വം ഉപേക്ഷിച്ചൊരു കെണിയല്ലേ? വൈകുന്നേരമായപ്പോഴേക്കും ക്ഷീണം എന്നിൽ പിടിമുറുക്കി. വീണ്ടും ആർസിൻ്റെ ബാറിലേക്ക് പോയി. അവിടെ ഇരുട്ടിലിരിക്കുന്നത് എനിക്കൊരു അഭയം പോലെയാണ്. സീറ്റിലിരുന്നപ്പോൾ ഞാൻ കണ്ടു, അതേ അപരിചിതൻ വീണ്ടും അവിടെയുണ്ട്. ഇത്തവണ അവൻ എൻ്റെ മുന്നിലിരുന്ന് എന്നെ നേർക്ക് നേർ നോക്കി. അവൻ്റെ ശബ്ദം പതിഞ്ഞതായിരുന്നു. നീ കയ്യുറ കണ്ടെത്തിയല്ലേ? ഞാൻ ജാഗരൂകനായി. ഞാൻ അവനോട് ചോദിച്ചു, നീ ആരാണ്? ഇതെല്ലാം നിനക്കെങ്ങനെ അറിയാം? അവൻ ചെറുതായി ചിരിച്ചു. പേരൊരു വിഷയമില്ല, ബാങ്ക് കവർച്ച കൊലപാതകം. നീ ചിന്തിക്കുന്നതിനേക്കാൾ ആഴത്തിലാണ് കാര്യങ്ങളെന്ന് മാത്രം മനസ്സിലാക്കുക. ആരോ നിന്നെ അവൻ്റെ കളിയുടെ ഭാഗമാക്കിയിരിക്കുന്നു. ഞാൻ പിസ്റ്റളിൻ്റെ നേർക്ക് കൈനീട്ടി. പക്ഷെ അവൻ മുന്നോട്ട് കുനിഞ്ഞു പറഞ്ഞു, വിഡ്ഢിത്തം കാണിക്കരുത്. ഞാൻ ശത്രുവായിരുന്നെങ്കിൽ നിന്നെ അന്നേ കൊന്നേനെ. എൻ്റെ ഉള്ളിൽ ദേഷ്യം വന്നു. ഞാൻ നിശബ്ദനായി നിന്നു. അപ്പോൾ അവൻ മേശപ്പുറത്ത് ഒരു ചെറിയ കടലാസ് നീക്കി. അതിലെഴുതിയിരുന്നു, അടുത്ത കവർച്ച 3 ദിവസത്തിന് ശേഷം. തടയാൻ കഴിയുമെങ്കിൽ തടഞ്ഞോളൂ. ഞാൻ തലയുയർത്തി ഉടൻ അവൻ അപ്രത്യക്ഷനായിരുന്നു. ചുറ്റും തിരഞ്ഞെങ്കിലും അവൻ്റെ ഒരു അടയാളവും കണ്ടില്ല. ആ രാത്രി എനിക്ക് വീണ്ടും ഉറക്കമില്ലാതെയായി. മുറിയിലിരുന്ന് ഭിത്തിയിൽ നോക്കിയിരുന്നു. ആ കടലാസിലെ വാചകങ്ങൾ എൻ്റെ തലച്ചോറിൻ്റെ ഭിത്തികളിൽ വീണ്ടും വീണ്ടും തട്ടി. 3 ദിവസം, വെറും 3 ദിവസം. മറ്റൊരു ദുരന്തം സംഭവിക്കാൻ പോകുന്നു. എന്ത് സംഭവിച്ചാലും ഇത്തവണ ഞാനവരെ പിടികൂടുമെന്ന് ഉറപ്പിച്ചിരുന്നു. ഇതിൻ്റെ പിന്നിൽ ഏത് ശക്തികളായാലും ഈ കളി എനിക്ക് കൂടുതൽ വ്യക്തിപരമായിരിക്കുന്നു. മഞ്ഞു വീണുകൊണ്ടേയിരിക്കുന്നു. നഗരത്തിലെ വിളക്കുകൾ മൂടൽമഞ്ഞിൽ മുങ്ങി. പക്ഷെ എൻ്റെ ഉള്ളിൽ തീ ആളിക്കത്തി. വരാനിരിക്കുന്ന 3 ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അപകടം പിടിച്ച ദിവസങ്ങളായി മാറാൻ പോവുകയാണ്. ആ രാത്രി ഞാൻ വിളക്കിൻ്റെ വെളിച്ചത്തിൽ വളരെ നേരം ആ കടലാസ് കഷ്ണത്തെ നോക്കിയിരുന്നു. 3 ദിവസത്തിന് ശേഷമെന്ന വാക്കുകളായിരുന്നു അതിൽ. പക്ഷെ അതിൻ്റെ പിന്നിലെ ഭാരം ആരും എൻ്റെ നെഞ്ചിൽ ഒരു കല്ല് വെച്ചതുപോലെയായിരുന്നു. പോലീസ് വകുപ്പിലെ കേസ് ഫയലുകൾ, പഴയ കുറിപ്പുകൾ, സാക്ഷികളുടെ റിപ്പോർട്ടുകളെല്ലാം ഒരു വശത്ത് കിടന്നു. പക്ഷെ എൻ്റെ മനസ്സ് വീണ്ടും അതേ ചോദ്യത്തിൽ കുടുങ്ങി. ഇത്തവണ ഏത് ബാങ്ക്? എന്തുകൊണ്ടാണ് ഇതേ മാതൃക? രാവിലെ തന്നെ ഞാൻ ടീമിനെ വിളിച്ചു. മീറ്റിംഗ് റൂമിൽ മഞ്ഞിൽ കുതിർന്ന ഷൂസുകൾ വെച്ച് എല്ലാവരും കസാരയിലേക്ക് തളർന്നിരുന്നു. ഞാൻ അവർക്ക് ആ കടലാസ് കാണിച്ചു കൊടുത്തു. അതിലൊരാൾ ചോദിച്ചു, ഇത് നിനക്ക് ആരാ തന്നത്? ഞാൻ തലയാട്ടി. ആ ചോദ്യം എൻ്റെ പിടിയിലും കിട്ടിയിട്ടില്ല. ചോദ്യം ഇതാണ്, ഈ വിവരം എത്രത്തോളം വിശ്വസനീയമാണ്? പക്ഷെ എവിടെയോ എനിക്ക് ഉറപ്പായിരുന്നു ഇത് യഥാർത്ഥമാണെന്ന്. കളികളിൽ താല്പര്യമില്ലെങ്കിൽ കുറ്റവാളികൾ വെറുതെ കത്തുകൾ അയക്കില്ല. അവർ വെറും ബാങ്ക് കവർച്ച നടത്തുകയല്ലെന്ന് ഞാൻ മനസ്സിലാക്കി. അവർ ഞങ്ങളുടെ ഭയത്തെയും നിസ്സഹായതയെയും കളിയാക്കുകയാണ്. ആദ്യം ഞങ്ങൾ നഗരത്തിലെ എല്ലാ ബാങ്കുകളുടെയും ലിസ്റ്റ് എടുത്തു. 3 ദിവസത്തെ ചെറിയ സമയപരിധിക്കുള്ളിൽ തന്നെ. കൂടുതൽ പണമിടപാടുകൾ നടക്കുന്ന ബാങ്കുകൾ ഏതാണ്? അങ്ങനെ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ഏകദേശം 10 സാധ്യതകൾ ലഭിച്ചു. പക്ഷെ എല്ലാ സ്ഥലത്തും സേനയെ വിന്യസിക്കുക അസാധ്യമായിരുന്നു. കവർച്ച സംഘത്തിൻ്റെ മാതൃക മനസ്സിലാക്കേണ്ടത് നിർബന്ധമായിരുന്നു. ഞാൻ വീണ്ടും ക്യാമറ ദൃശ്യങ്ങൾ കണ്ടു. കൊള്ളക്കാരുടെ നടപ്പ്, അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ മുഖം മൂടികൾ എല്ലാം വളരെ ആസൂത്രിതമായിരിക്കുന്നു. ബാങ്കിൽ നല്ല തിരക്കുള്ളതും എന്നാൽ പുറത്ത് പോലീസ് വാഹനങ്ങൾ കുറവുള്ളതുമായ സമയമാണ് അവർ തിരഞ്ഞെടുത്തത്. അതേ മാതൃക ശ്രദ്ധിച്ചുകൊണ്ട് ഞാനൊരു ബാങ്ക് തിരഞ്ഞെടുത്തു, സെൻട്രൽ സേവിംഗ് ശാഖ. ഈ സ്ഥലം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായിരുന്നു. അവിടെ കൂടുതൽ തിരക്കുണ്ടാകാറുണ്ട്. സെക്യൂരിറ്റി ഗാർഡുകൾ ഇടയ്ക്കിടയ്ക്ക് ഷിഫ്റ്റ് മാറാറുണ്ട്. ഞാൻ ടീമിനോട് പറഞ്ഞു, അടുത്ത തവണ അവർ ആക്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവിടെയായിരിക്കും. ഇത് ഞാൻ അവരോട് പറയുന്നുണ്ടെങ്കിലും എനിക്ക് ചെറുതായി സംശയമുണ്ടായിരുന്നു. ഇത് തെറ്റാണെങ്കിൽ എന്ത് ചെയ്യും? അവർ മറ്റെവിടെയെങ്കിലും പോയാലോ? ഈ റിസ്ക് എൻ്റെ കഴുത്തിലായിരുന്നു. അടുത്ത 2 ദിവസങ്ങൾ ഞങ്ങൾ നിരീക്ഷണം തയ്യാറാക്കി. സാധാരണ വേഷത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉപഭോക്താക്കളെ പോലെ ഇരുന്നു. ക്യാമറകൾ രഹസ്യമായി സ്ഥാപിച്ചു. ഞാനും അടുത്തുള്ള കഫേയിലിരുന്ന് ഓരോ നീക്കവും ശ്രദ്ധിച്ചു. എന്നാൽ ഈ ഒരുക്കങ്ങൾ മുന്നോട്ട് പോകുന്തോറും എൻ്റെ ഉള്ളിലെ ഭയവും അസ്വസ്ഥതയും വർദ്ധിച്ചു. ഇത് ശരിയായ സ്ഥലമാണോ?
ഒരാക്രമണം ഉണ്ടായാൽ? നിരപരാധികൾ വീണ്ടും വെടിയുണ്ടയ്ക്ക് ഇരയാകില്ലെന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? ഇതിൻ്റെ ഭാരം എൻ്റെ ശ്വാസത്തെ ഞെരുക്കി. രാത്രിയിൽ വീണ്ടും മദ്യത്തിൻ്റെ സഹായം തേടി. അങ്ങനെയൊന്ന് കിടന്നുറങ്ങുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ ബാങ്കിൻ്റെ മധ്യത്തിൽ നിൽക്കുന്നു. ചുറ്റും മുഖം മൂടി ധരിച്ചവർ എന്നെ വളഞ്ഞു ചിരിക്കുന്നു. അവരുടെ കണ്ണുകളിൽ ശൂന്യതയാണ്. ഞാൻ അവരുടെ കളിപ്പാട്ടം എന്ന പോലെ. ഞാൻ പിസ്റ്റൾ എടുക്കുന്നു, പക്ഷെ അത് കയ്യിൽ നിന്നും വഴുതി ദൂരെ വീഴുന്നു. വിയർത്തൊളിച്ച് ഞാൻ ഉറക്കമുണർന്നു. തലയിൽ തണുത്ത മഞ്ഞ പോലെ വിയർപ്പ് തുള്ളികളുണ്ടായിരുന്നു. പക്ഷെ രാവിലെ സൂര്യൻ മഞ്ഞിൽ തിളങ്ങിയപ്പോൾ ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചു. ഈ ഭയം എൻ്റെ ശക്തി കവർന്നെടുക്കാൻ കഴിയില്ല. എന്ത് വില കൊടുത്തും ഇത്തവണ ഞാൻ അവരെ തടയുമെന്ന് ഞാൻ ഉറപ്പിച്ചു. 3-ാം ദിവസം ഉച്ചതിരിഞ്ഞ് സെൻട്രൽ സേവിംഗ് ബാങ്കിൻ്റെ അടുത്തുള്ള കഫേ. ഞാൻ ജനലിലൂടെ പുറത്ത് ഉപഭോക്താക്കൾ വരുന്നതും പോകുന്നതും നോക്കി. എൻ്റെ ചെവിയിൽ ഓരോ കാലടി ശബ്ദവും ഓരോ വാതിലിൻ്റെ ശബ്ദവും ഉച്ചത്തിൽ തോന്നി. ടീം അവരവരുടെ സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു. എല്ലാവരും റേഡിയോയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. കുറച്ചു നേരം എല്ലാം സാധാരണമായിരുന്നു. ഞാൻ ദീർഘമായി ശ്വാസം വിട്ടു. ഒരുപക്ഷെ വിവരം തെറ്റായിരിക്കാം. എന്നാൽ അതേ നിമിഷം ബാങ്കിൻ്റെ വാതിലുകൾ തുറന്നു. 3 മുഖം മൂടി ധരിച്ച ആളുകൾ അകത്തേക്ക് പ്രവേശിച്ചു. എല്ലാം പഴയ ദൃശ്യത്തിൻ്റെ ഒരു റിപ്ലൈ പോലെയായിരുന്നു. ആയുധങ്ങൾ ഉയർന്നു. ഒരാൾ മുകളിലേക്ക് വെടിയുതിർത്തു. ബഹളമുണ്ടായി. എൻ്റെ ശരീരത്തിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ഇത് അതേ ആളുകൾ തന്നെയായിരുന്നു, അല്ലെങ്കിൽ അതേ സംഘം. ഉടൻ ഞാൻ റേഡിയോയിൽ പറഞ്ഞു, ശ്രദ്ധിക്കുക, വെടിയുതിർക്കുന്നത് അവസാനത്തെ ആശ്രയം മാത്രമായിരിക്കണം. പക്ഷെ അപ്പോഴാണ് മുഖം മൂടി ധരിച്ചവരിൽ ഒരാൾ അലറിയത്. ഇത്തവണ പോലീസ് ഇടപെട്ടാൽ 2 പേർ ജീവനോടെ പുറത്തിറങ്ങില്ല. അവരുടെ ശബ്ദത്തിൽ അതേ തണുപ്പുണ്ടായിരുന്നു. ഞാൻ ജനലിലൂടെ അവരുടെ നീക്കങ്ങൾ കണ്ടു. ഇത്തവണ അവർ കൂടുതൽ വേഗത കാണിച്ചു. ക്യാഷുവറെ കൊണ്ട് ബാഗ് നിറപ്പിച്ചു. ഒരു സംശയത്തിനും ഇട കൊടുത്തില്ല. എൻ്റെ വിരലുകൾ ട്രിഗറിൽ വിറച്ചു. പക്ഷെ ഞാൻ ശരിയായ നിമിഷത്തിനായി കാത്തിരുന്നു. പെട്ടെന്നൊരു കുട്ടി അമ്മയുടെ കൈവിട്ട് കരഞ്ഞുകൊണ്ട് ഓടി കൊള്ളക്കാരുടെ അടുത്തേക്ക് എത്തി. എൻ്റെ ഹൃദയം നിലച്ചു പോയതുപോലെയായി. അവരിൽ ഒരാൾ കുട്ടിയുടെ നേർക്ക് തോക്കു ചൂണ്ടി. ആ നിമിഷം എൻ്റെ സംയമനം നശിച്ചു. ഞാൻ ചാടിയ വാതിലിലൂടെ അകത്ത് കയറി അലറിപ്പറഞ്ഞു, പോലീസ്, ആയുധങ്ങൾ താഴെയിടൂ. മുറിയിൽ പരിഭ്രാന്തി പരന്നു. മുഖം മൂടി ധരിച്ചവർ തിരിഞ്ഞു. ഒരാൾ എൻ്റെ നേർക്ക് വെടിയുതിർത്തു. ഞാൻ കുനിഞ്ഞിരുന്നു. ചില്ല് തകർന്ന് ചിതറി. എനിക്ക് തിരിച്ച് വെടിയുതിർക്കേണ്ടി വന്നു. വെടിയുണ്ട് അവൻ്റെ കയ്യിൽ തട്ടി കടന്നുപോയി. അവൻ നിലത്ത് വീണു. ബാക്കിയുള്ള 2 പേർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. നിലവിളികൾക്കും തകർന്ന ചില്ലുകൾക്കുമിടയിൽ ഞാൻ കുട്ടിയെ വലിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് തള്ളി. പോലീസ് ടീം അകത്തേക്ക് കയറി ബാക്കിയുള്ള 2 കൊള്ളക്കാരെയും പിടികൂടി. എല്ലാ മിനിറ്റുകൾക്കുള്ളിൽ അവസാനിച്ചു. പക്ഷെ എൻ്റെ ഉള്ളിലെ കൊടുങ്കാറ്റ് അപ്പോഴും അടങ്ങിയിരുന്നില്ല. കാരണം ഞാൻ തറയിൽ വീണ് കിടക്കുന്ന മുഖം മൂടി ധരിച്ചവൻ്റെ മുഖം മൂടി മാറ്റിയപ്പോൾ ഞാൻ സ്തംഭിച്ചുപോയി. ആ മുഖം ബാറിൽ എനിക്ക് സൂചനകൾ നൽകിയ അപരിചിതനോട് സാമ്യമുള്ളതായിരുന്നു. ഇതവൻ തന്നെയാണോ? എന്നെ മനഃപൂർവ്വം കളിക്കാൻ അവൻ പ്രേരിപ്പിച്ചതായിരുന്നോ? അതോ മറ്റൊരു വലിയ ചതി പുറത്തു വരാനിരിക്കുകയാണോ? ആ നിമിഷം എനിക്ക് മനസ്സിലായി, ഈ ബാങ്ക് കവർച്ച യഥാർത്ഥ തുടക്കമായിരുന്നില്ല. യഥാർത്ഥ കഥ ഇപ്പോൾ തുറക്കാൻ പോവുകയാണ്. ഇത്തവണ കളി എൻ്റെ ജീവന് വേണ്ടിയായിരുന്നില്ല, എൻ്റെ ആത്മാവിന് വേണ്ടിയായിരുന്നു. പോലീസ് വാനിൻ്റെ വാതിലുകൾ ശക്തിയായി അടച്ചു. പിടികൂടിയ മുഖം മൂടി ധരിച്ചവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. വെടിമരുന്നിൻ്റെയും വിയർപ്പിൻ്റെയും ഗന്ധം ഇപ്പോഴും അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. ഞാൻ എൻ്റെ ശ്വാസം നേരെയാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ തലയിൽ ഒരു നിരന്തരമായ മിടിപ്പ് മുഴങ്ങുന്നുണ്ടായിരുന്നു. ആ കൊള്ളക്കാരൻ്റെ മുഖം എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ഉയർന്നു വന്നു. ഞാൻ ബാറിൽ കണ്ട അതേ മൂക്ക്, അതേ താടി. ചോദ്യം ചെയ്യൽ മുറിയിലെ മഞ്ഞ വെളിച്ചത്തിൽ 2 കുറ്റവാളികളും ഇരുമ്പിൻ്റെ കസാരയിലേക്ക് ഇരുന്നു. കൈവിലങ്ങുകൾ അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നില്ല. ഇവിടെ വന്നത് അവരുടെ ഏതോ ഒരു കളിയുടെ ഭാഗമായതുപോലെ. ഞാൻ കസേര വലിച്ചിട്ട് ഒരാളുടെ മുന്നിലിരുന്നു. അവന് 30 വയസ്സിനടുത്തേ ഉണ്ടാകൂ. കവിളുകളിൽ ആഴത്തിലുള്ള മുറിവുകൾ, കണ്ണുകളിൽ മങ്ങിയ ക്രൂരമായ ആത്മവിശ്വാസം. ഞാൻ പറഞ്ഞു, പേര്? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പേരിന് ആർക്കാണ് ആവശ്യം ഇൻസ്പെക്ടർ? നിങ്ങൾ എന്നെ കൂടുതൽ നേരം കാണാൻ പോകുന്നില്ലല്ലോ. അവൻ്റെ വാക്കുകൾ കേട്ട് എൻ്റെ കൈതലം മേശയിൽ മുറുകി. പക്ഷെ ഞാൻ ദേഷ്യം നിയന്ത്രിച്ചു. ഞാൻ പതുക്കെ പറഞ്ഞു, നിന്റെ കയ്യുറയിൽ കണ്ടെത്തിയ രക്തം കൊല്ലപ്പെട്ട സ്ത്രീയുടേതാണ്. നീ എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും തെളിവുകൾ സംസാരിക്കും. അവൻ്റെ കണ്ണുകളിൽ ഒരു നിമിഷം നേരിയ തിളക്കം കണ്ടു. പിന്നെ അവൻ പറഞ്ഞു, തെളിവുകൾ ചിലപ്പോൾ കെണികളാണ്. നിന്നെ ഇവിടെ വരെ എത്തിച്ചവൻ തന്നെ എല്ലാം നിന്റെ നേർക്ക് തിരിച്ചുവിടാൻ സാധ്യതയില്ലേ? അത് കേട്ട് ഞാനൊന്ന് ഞെട്ടി. അവൻ്റെ വാക്കുകൾ വളരെ ആസൂത്രിതമായിരുന്നു. ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചു, നീ ബാറിലും ഉണ്ടായിരുന്നു. 3 ദിവസത്തിന് ശേഷം നടക്കാൻ പോകുന്ന കവർച്ചയുടെ സന്ദേശം തന്നത് നീയാണോ? അല്ലേ? അവൻ കുറച്ചു നേരം നിശബ്ദനായി നിന്നു. പിന്നെ പതിയെ ചിരിച്ചു. ബാറിൽ കാണുന്നതെല്ലാം യഥാർത്ഥത്തിലുണ്ടോ? നിങ്ങളോട് പറയുന്ന കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തീരുമാനിച്ച കളിയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കൂ. എൻ്റെ ഉള്ളിൽ ബുദ്ധിമുട്ടുകളുണ്ടായി. പക്ഷേ ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചു. ഞാൻ അവനെക്കുറിച്ച് അന്വേഷിച്ചു.
റെക്കോർഡ് പരിശോധിച്ചപ്പോൾ അവൻ്റെ പേര് ഡോറെ എന്ന് കണ്ടെത്തി. മോഷണത്തിലും അക്രമത്തിലും മുമ്പ് പിടിയിലായിട്ടുള്ള ഒരു ചെറിയ കുറ്റവാളി, ഒരു വലിയ സൂത്രധാരനല്ല. പിന്നെ അവനെങ്ങനെ ബാറിലെ വിവരങ്ങൾ ലഭിച്ചു? ഞാൻ രണ്ടാമത്തെ കുറ്റവാളിയുടെ നേർക്ക് തിരിഞ്ഞു. ഇവന് പ്രായം ഏകദേശം 25 വയസ്സ്, പരിഭ്രമിച്ച മുഖം. ഞാൻ സൗമ്യമായി ചോദിച്ചു, നിന്റെ പേരെന്താണ്? അവൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ആൻഡ്രിയാസ്. അവൻ്റെ നെറ്റിയിൽ നിന്നും വിയർപ്പ് തുള്ളികൾ ഒഴുകുന്നുണ്ടായിരുന്നു. ഞാൻ വെള്ളം നിറഞ്ഞൊരു ഗ്ലാസ് അവനെ നേർക്ക് നീട്ടി. അവനൊരു കവിൾ കുടിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളെ ആരാണ് റിക്രൂട്ട് ചെയ്തത്? ആരാണ് ഈ പദ്ധതിയെല്ലാം ഉണ്ടാക്കിയത്? അവൻ്റെ കണ്ണുകൾ ഭയം കൊണ്ട് വിടർന്നു. അവൻ പതുക്കെ പറഞ്ഞു, ഞങ്ങൾക്കൊരു നേതാവുണ്ട്. ഞങ്ങളവനെ കമാൻഡർ എന്നാണ് വിളിക്കുന്നത്. എല്ലാ ഉത്തരവുകളും അവൻ തന്നെയാണ് തരുന്നത്. ബാങ്ക് കൊള്ളയടിക്കാൻ അവൻ ഞങ്ങളോട് പറഞ്ഞു. വേഗത്തിൽ രക്ഷപ്പെടാനും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ വെടിയുതിർക്കാൻ മടിക്കരുതെന്നും പറഞ്ഞു. കമാൻഡർ ആരാണത്? ഞാൻ കുനിഞ്ഞു ചോദിച്ചു. അവൻ തലകുനിച്ചു, ചുണ്ടുകൾ വിറച്ചു. പിന്നെ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ഞങ്ങൾ അവൻ്റെ മുഖം ഒരിക്കലും കണ്ടിട്ടില്ല. സന്ദേശങ്ങൾ ഫോണിലൂടെയോ എഴുതിയോ ആണ് വരുന്നത്. പക്ഷേ ഒരു തവണ ഞാൻ അവൻ്റെ ശബ്ദം കേട്ടു. ഞാൻ അവൻ്റെ മൊഴിയെല്ലാം കുറിച്ചെടുത്തു. പക്ഷേ എൻ്റെ ഉള്ളിലെ സംശയം കൂടുതൽ വർദ്ധിച്ചു. ആരാണ് മുന്നിൽ വരാതെ ഈ കളി നിയന്ത്രിക്കുന്നത്? ഈ തെളിവുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നു. ബാങ്ക് കവർച്ച യഥാർത്ഥത്തിൽ ഒരു കെണി മാത്രമായിരുന്നു. അപ്പോഴാണ് മറ്റൊരു ആഘാതമുണ്ടായത്. പെട്ടെന്ന് ഉദ്യോഗസ്ഥൻ മുറിയിലേക്ക് ഓടി വന്നു. അവർ പറഞ്ഞു, സാർ, പുറത്തൊരു ഫോൺ കോളാണ്. അയാൾ സ്വയം കമാൻഡർ എന്ന് പറയുന്നു. നിങ്ങളുമായി നേരിട്ട് സംസാരിക്കണമെന്ന്. എൻ്റെ തൊണ്ട വറ്റി വരണ്ടു. ഞാൻ റിസീവർ എടുത്തു. മറുവശത്ത് ആഴമേറിയ ഒരു തണുത്ത ശബ്ദം, ഹാരി ഹോൾ, നിനക്ക് നിന്റെ കയറുകൾ എത്രത്തോളം വലിക്കാൻ കഴിയും? നീ എന്നെ പിടികൂടിയെന്ന് കരുതുന്നുണ്ടോ? ഈ ചെറുപ്പക്കാർ, ഇവരെല്ലാം വെറും കളിപ്പാട്ടങ്ങളാണ്. യഥാർത്ഥ കളി ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. നീയാണിര. എൻ്റെ ചുണ്ടുകൾ മുറുകി. ഞാൻ പറഞ്ഞു, നീ ആരാണ്? നിനക്ക് എന്താ വേണ്ടത്? അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, നിന്റെ ഉള്ളിലെ ഇരുട്ട്, നിന്റെ മദ്യം, നിന്റെ കുറ്റങ്ങൾ, നിന്റെ ഓർമ്മകൾ എല്ലാം ഞാൻ അവിടെ തന്നെയുണ്ട്. നീ എന്നെ തിരിച്ചറിയുന്നത് വരെ മരണവും വഞ്ചനയും നിന്നെ വിടാതെ പിന്തുടരും. ലൈൻ കട്ടായി. റിസീവർ എൻ്റെ കയ്യിൽ വിറയ്ക്കുകയാണ്. മുറിയിൽ മുഴുവനും നിശബ്ദത തളം കെട്ടി. എല്ലാ ഉദ്യോഗസ്ഥരും എന്നെ നോക്കി. പക്ഷെ എനിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. കമാൻഡർ പറഞ്ഞ വാക്കുകൾ എൻ്റെ നെഞ്ചിൽ നേർക്ക് നേർ തറച്ചു. എന്ത് വില കൊടുത്തും ഈ കമാൻഡറെ കണ്ടെത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷെ മനസ്സിൻ്റെ ഒരു കോണിൽ ഭയം കയറിയിരുന്നു. ഒരുപക്ഷെ ഈ ഗൂഢാലോചന കുറ്റകൃത്യം തടയാനുള്ളതല്ല, മറിച്ച് എന്നെ തകർക്കാനാകും. രാത്രി ഒരുപാടായി. സ്റ്റേഷനിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഓസ്ലോയിലെ മഞ്ഞ് അപ്പോഴും ക്രൂരമായി പെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊരു സിഗരറ്റ് കത്തിച്ചു. മുന്നോട്ടുള്ള വഴി കൂടുതൽ ഇരുണ്ടതാണെന്ന് ആലോചിച്ചു. പക്ഷെ എനിക്ക് തിരിഞ്ഞു നടക്കാൻ കഴിയില്ല. കാരണം ഇതിനി ഒരു കേസ് മാത്രമല്ല, ഇതെൻ്റെ ആത്മാവിൻ്റെ പോരാട്ടമായി മാറിയിരിക്കുന്നു. ചോദ്യം ചെയ്യലിനും ഫോൺ കോളിനും ശേഷം മൂടൽമഞ്ഞിൽ വഴി തേടുന്ന ഒരാളെ പോലെയായിരുന്നു എൻ്റെ അവസ്ഥ. ഓരോ വളവിലും നിഴലുകൾ അവനെ വളയുന്നു. കമാൻഡറുടെ ശബ്ദം ചെവികളിലല്ല, തലച്ചോറിൻ്റെ ഉള്ളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. നീയാണിര, നീ തന്നെയാണ് സമ്മാനം. ഞാൻ രാത്രി ഓഫീസിലാണ് ചെലവഴിച്ചത്. കുറിപ്പുകൾ എഴുതി വിരലുകൾ ക്ഷീണിച്ചു. പക്ഷെ മനസ്സ് നിറഞ്ഞില്ല. കുറ്റവാളികളുടെ മുഖങ്ങൾ എൻ്റെ കണ്ണുകളിൽ നിന്നും മാഞ്ഞില്ല. കമാൻഡറുടെ തണുത്ത ശബ്ദം ഓരോ നോട്ട്ബുക്കിൻ്റെ വരികൾക്കിടയിലും ഒളിച്ചിരിക്കുന്നതായി തോന്നി. പുറത്തേക്കിറങ്ങി വല്ലാത്തൊരു അസ്വസ്ഥത, തലയ്ക്ക് ഭാരം. എൻ്റെ ഓഫീസ് മുറിയിലെ അലമാരയിൽ നിന്നും ഞാൻ എൻ്റെ പഴയ കേസ് ഫയൽ കണ്ടു. അതിൽ പലയിടത്തും എൻ്റെ ഭൂതകാലത്തിൻ്റെ മിന്നലാട്ടം കാണാം. പൂർത്തിയാകാത്ത കേസുകൾ, പിടികൂടാതെ രക്ഷപ്പെട്ട കുറ്റവാളികൾ, എനിക്ക് രക്ഷിക്കാൻ കഴിയാതെ പോയ ആളുകൾ. ഒരുപക്ഷെ കമാൻഡർ ഈ ഫയലുകളിലൂടെയാണ് എൻ്റെ ഉള്ളിൽ വരെ എത്തിയത്. ഞാൻ കുറച്ചുനേരം റാക്കേലുമായി സംസാരിക്കാമെന്ന് ചിന്തിച്ചു. അവളുടെ പേര് വായിൽ വന്നപ്പോൾ തന്നെ എൻ്റെ തൊണ്ടയിടറി. ഫോൺ വിളിച്ചു. മറുവശത്ത് അവളുടെ ഉറക്കം നിറഞ്ഞ ശബ്ദം. ഹലോ ഹാരി, ഇത്ര രാവിലെ? ഞാൻ കുറച്ചുനേരം നിശബ്ദനായിരുന്നു. എന്നിട്ട് ചോദിച്ചു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവൾ പറഞ്ഞു, അതെ, ഞാൻ സുഖമായിരിക്കുന്നു. നീ പറ. എനിക്ക് തോന്നുന്നു ആരോ നമ്മളെ നിരീക്ഷിക്കുന്നു. ആരോ ഒരു കളി കളിക്കുന്നു. ഈ കളി എന്നിൽ മാത്രം അവസാനിക്കില്ല. ലൈൻ കുറച്ചുനേരം നിശബ്ദമായിരുന്നു. പിന്നെ അവൾ പറഞ്ഞു, ഹാരി, നീ മുങ്ങുമ്പോൾ എന്നെയും നിന്നോടൊപ്പം വലിച്ചഴക്കുന്നു. ദയവായി നിന്റെ പോരാട്ടം നീ തന്നെ പോരാടുക. പക്ഷെ ശ്രദ്ധിക്കുക. അവളുടെ ശബ്ദത്തിൽ ആശങ്കയുണ്ടായിരുന്നു, എന്നാൽ ഒരകലവും. ഫോൺ വെച്ചപ്പോൾ എനിക്ക് തോന്നി, കമാൻഡർ എൻ്റെ ദൗർബല്യം തിരിച്ചറിഞ്ഞു. റാക്കേൽ എൻ്റെ ഏറ്റവും വലിയ വേദനയും പിന്തുണയുമാണെന്ന് അവനറിയാമോ? അന്ന് ഞാൻ തീരുമാനിച്ചു, എൻ്റെ ചുറ്റുമുള്ള ആരെയും വിശ്വസിക്കുന്നത് കുറയ്ക്കും. എൻ്റെ സഹപ്രവർത്തകൻ, എൻ്റെ സുഹൃത്ത്, ആരും ഈ കെണിയുടെ ഭാഗമാകാം. വൈകുന്നേരം ഒരു പുതിയ വാർത്ത വകുപ്പിലെത്തി. അറസ്റ്റ് ചെയ്ത കുറ്റവാളികളിൽ ഒരാളായ ആൻഡ്രിയാസിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൻ്റെ ഇടെ ആരോ മോചിപ്പിക്കാൻ ശ്രമിച്ചു. അവൻ്റെ വാഹനത്തിന് നേരെ മുഖംമൂടി ധരിച്ചവർ ആക്രമിക്കുകയും
അവർ രക്ഷപ്പെടുകയും ചെയ്തു. ആൻഡ്രിയാസിനെ കാണാതെയായി. എൻ്റെ ഹൃദയം ശക്തമായി മിടിച്ചു. ഇതൊരു നേരിട്ടുള്ള സന്ദേശമായിരുന്നു. കമാൻഡർ ഫോണിലൂടെ മാത്രമല്ല, ഞങ്ങളുടെ കൺമുന്നിൽ വെച്ചും ആക്രമിക്കുകയാണ്. വകുപ്പിലെ ഉദ്യോഗസ്ഥരിൽ ഭയം ഇറങ്ങിയതായി ഞാൻ കണ്ടു. അവർ ചോദിച്ചു, സാർ, ഈ സംഘം ഏത് പരിധി വരെ പോകും? ഞാൻ നിശബ്ദത പാലിച്ചു, കാരണം ഉത്തരം എൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല. ആ രാത്രി ഞാൻ ഫ്ലാറ്റിലേക്ക് മടങ്ങി. മേശപ്പുറത്ത് പകുതി ഒഴിഞ്ഞൊരു കുപ്പിയുണ്ടായിരുന്നു. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു, പക്ഷേ ചുണ്ടിൽ വെക്കും മുമ്പ് ഞാനത് താഴെ വെച്ചു. ഒരുപക്ഷെ മദ്യപിച്ചാൽ കുറച്ചു നേരം മറന്നുപോയേക്കാം. പക്ഷെ കമാൻഡർ ആഗ്രഹിക്കുന്നതും അതുതന്നെയല്ലേ? ഞാൻ എൻ്റെ പഴയ ഇരുട്ടിൽ മുങ്ങിപ്പോകണമെന്ന്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇല്ല, ഇന്ന് വേണ്ട. തോളിലുള്ള കോട്ട് ഊരിവെച്ചു. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തു. ഉടൻ ജനലിൻ്റെ പുറത്തു നിന്നും നേരിയ ശബ്ദം കേട്ടു. ആരോ തെന്നി മാറിയതുപോലെ. ഞാൻ ഞെട്ടി. കർട്ടൻ മാറ്റി. മൂടൽമഞ്ഞിനും മഞ്ഞിനുമിടയിൽ ഒരു നിഴൽ ഒരു നിമിഷം കണ്ടു. എന്നിട്ട് അപ്രത്യക്ഷമായി. ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. ഞാൻ പിസ്റ്റളെടുത്ത് വാതിൽ തുറന്നു. പുറത്ത് തണുത്ത കാറ്റ്, ഒഴിഞ്ഞ റോഡ്. പക്ഷെ മഞ്ഞിൽ കാൽപ്പാടുകളുടെ 2 പുതിയ അടയാളങ്ങൾ വ്യക്തമായി പതിഞ്ഞിരുന്നു. അവരെൻ്റെ ഗേറ്റ് വരെ വന്നിരിക്കുന്നു. ആ നിമിഷം എനിക്ക് മനസ്സിലായി, കമാൻഡർ ഇനി ദൂരെയല്ല. അവൻ എൻ്റെ വാതിൽക്കൽ വരെ എത്തിക്കഴിഞ്ഞു. ആ രാത്രി ഞാൻ ഉറങ്ങിയിട്ടേയില്ല. ജനലിൻ്റെ അടുത്ത് തന്നെയിരുന്നു. ആയുധം എടുത്തു വെച്ചു. മനസ്സിൽ ചോദ്യങ്ങൾ നിറഞ്ഞു. ഇതൊരു സാധാരണ സംഘം മാത്രമാണോ? അതോ എൻ്റെ ഭൂതകാലം, എൻ്റെ ദൗർബല്യങ്ങൾ, എൻ്റെ ഓർമ്മയുമായി ബന്ധപ്പെട്ടൊരു കളിയാണോ? രാവിലെ പത്രം കണ്ടു. ആദ്യത്തെ തലക്കെട്ട്: ബാങ്ക് കൊള്ളക്കാരുടെ ഭീകരനായ സൂത്രധാരൻ ഇപ്പോഴും സ്വതന്ത്രൻ. അവരോടൊപ്പം എൻ്റെ പേരും ചേർന്നിരിക്കുന്നു. അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഇൻസ്പെക്ടർ ഹാരി ഹോൾ തന്നെ ലക്ഷ്യത്തിൽ. ദേഷ്യവും വേദനയും ഒരുമിച്ചുണ്ടായി. മാധ്യമങ്ങൾ എന്നെ നേരിട്ട് കളിയുടെ ഭാഗമാക്കി. നഗരത്തിലെ ഓരോ വ്യക്തിയും ഇപ്പോൾ ചിന്തിക്കുന്നത്, ഞാൻ ഈ ഇരുട്ടിൻ്റെ ഭാഗമാണോ അതോ അതിനെ പിന്തുടരുകയാണോ എന്നാണ്. ഓഫീസിലെത്തിയപ്പോൾ ബിയേഡ് പറഞ്ഞു, ഹാരി, വകുപ്പിൽ നിന്നും ആരോ വിവരങ്ങൾ എത്തിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ ഇത്ര കൃത്യമായ വാർത്തകൾ പുറത്തെങ്ങനെ പോകും? അവൻ്റെ കണ്ണുകളിൽ ആശങ്കയുണ്ടായി. ഞാൻ ദീർഘമായി ശ്വാസം വിട്ടു. ഈ കളിയിൽ നമ്മുടെ കൂടെയുള്ള ആരോ കൂടെ നിൽക്കുന്നുണ്ട്. ആദ്യമായി എനിക്കത് മനസ്സിലായി. കമാൻഡർ കുറ്റവാളികളുടെ തലവൻ മാത്രമല്ല, ഒരുപക്ഷെ എൻ്റെ സ്വന്തം ആളുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഒരാളാണ്. അന്വേഷണം ഇപ്പോൾ കൂടുതൽ അപകടത്തിലേക്കായിരിക്കുന്നു. ആ രാത്രി ഞാൻ ജനലിലൂടെ നഗരം കണ്ടു. ശൈത്യകാലത്തെ മഞ്ഞിൽ പൊതിഞ്ഞ ഈ നഗരം ഇപ്പോൾ എനിക്ക് ജയിൽ പോലെ തോന്നി. പക്ഷെ എനിക്കറിയാമായിരുന്നു, കളി എത്ര നീണ്ടതായാലും ഈ കമാൻഡറെ ഞാൻ തുറന്നു കാണിക്കണം. എന്നാൽ ഉള്ളിലുള്ള ഭയം പറയുന്നുണ്ട്, ഞാൻ അവനെ കണ്ടെത്തുമോ അതോ അവൻ എന്നെ കണ്ടെത്തി ഇല്ലാതാക്കുമോ? രാവിലെ ഉറക്കമുണർന്നപ്പോൾ തലയ്ക്കൊരു ഭാരം. രാത്രി മുഴുവനും ഒരു അദൃശ്യ ശക്തി തലയോട്ടിയിൽ കല്ല് വെച്ചതുപോലെ. ജനലിൻ്റെ പുറത്ത് മൂടൽമഞ്ഞ് അപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ആ മൂടൽമഞ്ഞ് നഗരത്തിലല്ല, എൻ്റെ കണ്ണുകൾക്കുള്ളിൽ നിറഞ്ഞിരുന്നു എന്നെനിക്ക് തോന്നി. ആരാണ് സത്യം? ആരാണ് കള്ളം? ആരാണ് അടുപ്പമുള്ളവൻ? ആരാണ് ശത്രു? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. മേശപ്പുറത്ത് കിടന്ന കേസ് ഫയൽ ഞാൻ മറിച്ചു. കമാൻഡറുടെ ശബ്ദം ഇന്നലെ ഫോണിൽ മുഴങ്ങി. ഞാൻ നിന്റെ വീടിൻ്റെ ഓരോ മുറിയും കണ്ടിരിക്കുന്നു. ആ വാക്കുകൾ എൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് തറച്ചു കയറിയിരുന്നു. ഞാൻ എഴുന്നേറ്റ് എല്ലാ മുറികളും തിരഞ്ഞു. വാതിലുകൾ, ജനലുകൾ, അലമാരകൾ എല്ലാം സാധാരണമായിരുന്നു. പക്ഷെ എൻ്റെ കണ്ണ് ബുക്ക് ഷെൽഫിൻ്റെ പിന്നിലെ നേരിയ ലോഹത്തിൻ്റെ തിളക്കത്തിലുടക്കി. അത് പറിച്ചെടുത്തപ്പോൾ രക്തം പോലെ തണുത്ത് അറ്റമുള്ള ഒരു മൈക്രോഫോൺ പുറത്തു വന്നു. എൻ്റെ നെഞ്ചിലെ ശ്വാസം നിലച്ചുപോയി. അതായത് അവൻ ശരിക്കും എൻ്റെ വീട്ടിലെത്തിയിരുന്നു. എത്തിയത് മാത്രമല്ല, അവൻ എൻ്റെ ജീവിതം നിരീക്ഷിക്കാൻ ഒരുക്കങ്ങൾ ചെയ്തിരിക്കുന്നു. ഞാൻ മൈക്രോഫോൺ അമർത്തി. കൈകൾ വിറച്ചു. ചോദ്യം ഇതാണ്, ആരാണ് ഈ ഉപകരണം വെച്ചത്? പുറത്തുനിന്നും ആരെങ്കിലും വന്നിരുന്നെങ്കിൽ പൂട്ട് തുറന്നതിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകുമായിരുന്നു. പക്ഷേ പൂട്ടുകൾ സുരക്ഷിതമായിരിക്കുന്നു. അതായത് എൻ്റെ വീട്ടിൽ വരാൻ അധികാരവും സൗകര്യവുമുള്ള ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. റാഖേൽ. അവളുടെ പേര് മനസ്സിൽ വന്നപ്പോൾ എൻ്റെ ഹൃദയം രണ്ടായി പിളർന്നു പോയതുപോലെയായി. ഈ സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വേരായിരുന്നു. അവൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടവളാണ്, ഏറ്റവും അടുത്തവളാണ്. ഞാൻ നമ്പർ ഡയൽ ചെയ്തു. അവൾ ഫോണെടുത്തു. ശബ്ദം പരിചിതമായിരുന്നു. പക്ഷെ എനിക്കതിൽ ഒരു ആശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹാരി, രാവിലെ തന്നെ എന്തിനാ വിളിച്ചത്? അവൾ ചോദിച്ചു. ഞാൻ തൊണ്ടയൊന്ന് നേരെയാക്കി ചോദിച്ചു, ഇന്നലെ നീ എൻ്റെ വീട്ടിൽ വന്നിരുന്നു? അവൾ ഞെട്ടി. ഇല്ല, എന്താ? ഞാൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ആരോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവനൊരു ഉപകരണം ഇവിടെ വച്ചിട്ടുണ്ട്. ലൈൻ കുറച്ചു നേരം നിശബ്ദമായി നിന്നു. അവൾ പറഞ്ഞു, നീ വിചാരിക്കുന്നത് ഞാനാണെന്നാണോ? ഞാൻ മറുപടി പറഞ്ഞില്ല. ഫോൺ വെച്ചു. ഹൃദയത്തിൽ വേദന അലതല്ലി. ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച വേരാണ് സംശയം. ഇന്നതെൻ്റെ ഞരമ്പുകളിലൂടെ ഓടുകയാണ്. ഓഫീസിലെത്തിയപ്പോൾ ടീം മീറ്റിംഗ് നടക്കുകയാണ്. ഞാൻ ആ ഉപകരണം കാണിച്ചു. എല്ലാവരും ഞെട്ടി. ചിലർ പറഞ്ഞു, ഒരുപക്ഷെ കുറ്റവാളി നമ്മുടെ മുറിയിലും കയറിയിരിക്കാം. ബിയേഡ് പുരികമുയർത്തി. ഒരു ഇൻസൈഡർ സഹായിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകൂ. ഞാൻ അവൻ്റെ നേർക്ക് നോക്കി. അവൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു.
പക്ഷെ അവൻ്റെ നെറ്റിയിലെ നേർത്ത വിയർപ്പുപാളി എന്നെ കൂടുതൽ ഞെട്ടിച്ചു. ദിവസം മുഴുവൻ ഞങ്ങൾ പഴയ CCTV ക്യാമറകളും റെക്കോർഡുകളും പരിശോധിച്ചു. ഒരിടത്തെൻ്റെ കണ്ണുകൾ നിശ്ചലമായി. ദൃശ്യത്തിൽ ഒരാളുടെ നിഴൽ കണ്ടു. രാത്രി വൈകി പോലീസ് സ്റ്റേഷനിൽ പ്രവേശിച്ചൊരു വ്യക്തി. മുഖം വ്യക്തമല്ല, പക്ഷെ ഫയലുകളിലേക്ക് അവൻ കുനിഞ്ഞ രീതി, ആ ഭാവം വളരെ പരിചയമുള്ള പോലെ തോന്നി. ആ രാത്രി ഫ്ലാറ്റിൽ തിരിച്ചെത്തി. ഞാൻ എല്ലാ വാതിലുകളും അടച്ചു. തോക്ക് കയ്യിലെടുത്ത് ഇരുട്ടിലിരുന്നു. സംശയത്തിൻ്റെ ചതുപ്പിൽ വീഴുമ്പോൾ ഒരാൾക്ക് സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ കഴിയില്ല. റാക്കേൽ ഒരിക്കൽ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു. ഹാരി, നീ കുറ്റവാളികളോട് പോരാടുന്നതിനേക്കാൾ കൂടുതൽ നിന്നോട് തന്നെ പോരാടുന്നു. ഇന്ന് അത് സത്യമായി. എൻ്റെ യഥാർത്ഥ ശത്രു ആരാണ്? കമാൻഡറോ അതോ എൻ്റെ തകരുന്ന വിശ്വാസമോ? അർദ്ധരാത്രിയിൽ ഫോൺ വീണ്ടും ബെല്ലടിച്ചു. ഇത്തവണ ഭയപ്പെടുന്നതല്ല, മറിച്ച് വിചിത്രമായ ശാന്തതയിൽ മങ്ങിയൊരു കോൾ. കമാൻഡറായിരുന്നു. അവൻ പറഞ്ഞു, റാക്കേലിനെ സംശയിക്കുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ കളി ഞാൻ നിന്റെ ഹൃദയത്തിനുള്ളിലാണ് കളിക്കുന്നത്. ഹാരി, ഇതാണ് നിന്റെ ഏറ്റവും വലിയ തോൽവി. ഞാൻ ദേഷ്യത്തോടെ പറഞ്ഞു, നിനക്കിഷ്ടമുള്ളത് ചെയ്യാം, ഞാൻ നിന്നെ പിടികൂടും. അവൻ ചിരിച്ചു. നീ കുടുങ്ങിക്കഴിഞ്ഞു. അടുത്ത നീക്കം നിന്നെ നിന്റെ സ്വന്തം സഹപ്രവർത്തകരിൽ നിന്നും അകറ്റും. നീ തനിച്ചാകും. ലൈൻ കട്ടായി. എൻ്റെ ശരീരത്തിലൂടെ ഒരു വിറയൽ അനുഭവപ്പെട്ടു. അവൻ എൻ്റെ ചിന്തകൾ വായിക്കുന്നു. ജനലിൻ്റെ പുറത്ത് മഞ്ഞ് കൂടുതലായി ശക്തമായി പെയ്യുകയാണ്. ഞാൻ ആയുധം മുറുകെ പിടിച്ച് എന്നോട് തന്നെ പറഞ്ഞു, ഈ പോരാട്ടം ഇനി നിയമപരമല്ല, വ്യക്തിപരമായി മാറിയിരിക്കുന്നു. അടുത്ത വഞ്ചന ഏത് മുഖത്തിലൂടെ വരുമെന്ന് മാത്രം എനിക്ക് ഉറപ്പില്ല. റാക്കേൽ, ബിയേഡ്, അതോ മറ്റാരോ? ഞാൻ ഒരിക്കലും സംശയിക്കാൻ പോലും ചിന്തിക്കാത്ത ഒരാൾ. ആ രാത്രി എനിക്ക് കണ്ണ് ചിമ്മാൻ കഴിഞ്ഞില്ല. മുറിയുടെ ഓരോ ഭിത്തിയിലും കമാൻഡറുടെ ചിരി മുഴങ്ങുന്നുണ്ടായിരുന്നു. മൈക്രോഫോൺ നീക്കം ചെയ്തിട്ടും ഇപ്പോഴും ആരും എൻ്റെ ശ്വാസം എണ്ണുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. എൻ്റെ ഭയം കടലാസിൽ രേഖപ്പെടുത്തി. നിശബ്ദത അത്രയ്ക്ക് ഭാരമുള്ളതായിരുന്നു. എൻ്റെ സ്വന്തം ഹൃദയമിടിപ്പ് പോലും ഒരു കുറ്റകൃത്യം പോലെ തോന്നി. രാവിലെ ഓഫീസിലെത്തിയപ്പോൾ അന്തരീക്ഷം കൂടുതൽ കലുഷിതമായിരുന്നു. പത്രങ്ങളുടെ ആദ്യ പേജിൽ വീണ്ടും അതേ തലക്കെട്ടുകൾ. ഇൻസ്പെക്ടർ ഹാരി ഹോളിൻ്റെ കൺമുന്നിൽ കുറ്റകൃത്യം. ഈ വാക്കുകൾ എന്നെ മാത്രമല്ല, വകുപ്പിനെ മുഴുവനും മുറിവേൽപ്പിച്ചു. പക്ഷെ എന്നെ ഏറ്റവും വേദനിപ്പിച്ചത് പത്രക്കാർ റാക്കേലിൻ്റെ പേര് പോലും വാർത്തകളിൽ വലിച്ചഴിച്ചു എന്നതാണ്. ഹാരിയുടെ അടുത്ത കൂട്ടുകാരിയും സംശയത്തിൻ്റെ നിഴലിൽ. ഇതൊരു ആസൂത്രിതമായ സൂചനയുടെ ഭാഗമായിരുന്നു. പൊതുജനാഭിപ്രായം മാറ്റുക, സംശയത്തെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വലിച്ചിടുക. കമാൻഡർ കുറ്റകൃത്യം മാത്രമല്ല ചെയ്യുന്നത്, അവൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അടിത്തറ ഇളക്കുകയാണ്. ഞാൻ ഫയലുകൾ മറിച്ചു നോക്കാൻ തുടങ്ങി. ഒരു ലിസ്റ്റിൽ എൻ്റെ കണ്ണ് നിശ്ചലമായി. കവർച്ചക്കാർ രക്ഷപ്പെട്ട ശേഷം ലഭിച്ച ബാങ്കുകാരുടെ ഇടപാടുകളുടെ രേഖയായിരുന്നു അത്. ഒരു അക്കൗണ്ട് വീണ്ടും വീണ്ടും മുന്നോട്ട് വന്നു. ആ അക്കൗണ്ടിൽ ഒരു പുതിയ നിക്ഷേപം ലഭിച്ചിരുന്നു. കവർച്ച നടന്ന അതേ ദിവസം. തുക കുറവായിരുന്നില്ല. ഞാൻ പേര് നോക്കി. ശ്വാസം നിലച്ചുപോയി. അക്കൗണ്ട് വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ബന്ധുവിൻ്റെ പേരിലായിരുന്നു അത്. ബിയേഡ്. ഹൃദയമിടിപ്പ് കൂടി. അവൻ വർഷങ്ങളായി എൻ്റെ സഹപ്രവർത്തകനാണ്. എല്ലായിടത്തും എൻ്റെ കൂടെ നിന്നു. പക്ഷേ അവൻ്റെ ഏറ്റവും വിശ്വാസത്തെയാണ് കമാൻഡർ മുതലെടുക്കുന്നത്. അക്കൗണ്ടിൽ അവൻ്റെ പേര് നേരിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ബന്ധം വ്യക്തമായിരുന്നു. ഞാൻ ഉടൻ തന്നെ ബിയേഡിനോട് പറഞ്ഞില്ല. ഈ കുറിപ്പുകൾ ഞാൻ എൻ്റെ കൈവശം വച്ചു. പക്ഷെ ഇപ്പോൾ ഞാൻ മുറിയിൽ അവൻ്റെ നേർക്ക് നോക്കുമ്പോൾ ആ മുഖം പരിചിതമായിരുന്നിട്ടും അപരിചിതനായി തോന്നി. ഉച്ചയ്ക്ക് ഞങ്ങളുടെ ടീം മീറ്റിംഗ് ഉണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ റിപ്പോർട്ടുകൾ നൽകുകയായിരുന്നു. ബിയേഡ് ആകാംക്ഷയോടെ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടു, അവൻ്റെ കണ്ണുകളിൽ അസ്വസ്ഥതയ്ക്ക് പകരം ഒരുതരം നിശ്ചലതയായിരുന്നു. സംസാരം എവിടെ എത്തുമെന്ന് അവന് മുൻപേ അറിയാവുന്നതുപോലെ. മീറ്റിങ്ങിന് ശേഷം അവൻ എന്നെ കാപ്പിക്ക് ക്ഷണിച്ചു. കഫയിലിരുന്ന ഉടൻ അവൻ നേരിട്ട് ചോദിച്ചു, ഹാരി, നിനക്ക് ഭയങ്കര പിരിമുറുക്കമുണ്ടല്ലോ. ഞങ്ങളിൽ ആരെങ്കിലും ചതിയന്മാരുണ്ടോ എന്ന് നിനക്ക് സംശയമുണ്ടോ? ഞാൻ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നിരപരാധിത്വം അവൻ്റെ മുഖത്തുണ്ടാവും. അവൻ ചെറുതായി ചിരിച്ചു, പക്ഷെ അവൻ്റെ ചുണ്ടുകൾ വിറച്ചു. ആ വിറയൽ എൻ്റെ നേർക്ക് തുളച്ചു കയറി. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ജനലിൽ വീണ്ടും അതേ പുതിയ കാൽപ്പാടുകൾ കണ്ടു. ഇത്തവണ ഞാൻ തീരുമാനിച്ചു, പിന്നാലെ പോകും. ജാക്കറ്റ് ധരിച്ചു. റോഡിൽ നോക്കി. ദൂരെ മൂടൽമഞ്ഞിൽ ഒരു ഉയരം കൂടിയ മനുഷ്യൻ പതുക്കെ നടന്നു പോകുന്നുണ്ടായിരുന്നു. ഞാൻ പിന്തുടർന്നു. അവനൊരു വിജനമായ ഗോഡൌൺ വരെ എത്തി. വാതിൽക്കൽ നിന്ന് തിരിഞ്ഞു നിന്നു. ഞാൻ നിശ്ചലനായി. മൂടൽമഞ്ഞിൽ അവൻ്റെ നിഴൽ എനിക്ക് പരിചിതമായൊരു രൂപം പോലെ തോന്നി. ഞാൻ ഓടിച്ചെന്ന് വാതിൽ തുറന്നു. അകത്ത് ഇരുട്ട് പരന്നിരുന്നു. ഞാൻ പതുക്കെ പ്രവേശിച്ചു. പെട്ടെന്ന് ലൈറ്റ് മിന്നി. എൻ്റെ മുന്നിൽ തറയിലെ മേശപ്പുറത്ത് വച്ചിരുന്ന നിരവധി ഫോട്ടോഗ്രാഫുകൾ കണ്ടു. അതിൽ എൻ്റേത്, റാക്കേലിൻ്റേത്, എൻ്റെ ഓഫീസിലെ എല്ലാ സഹപ്രവർത്തകരുടെയും ചിത്രങ്ങളുണ്ടായിരുന്നു. ആരോ ചുവന്ന മഷി കൊണ്ട് ചില മുഖങ്ങളിൽ എക്സ് അടയാളപ്പെടുത്തിയിരിക്കുന്നു. മേശപ്പുറത്തൊരു കടലാസ് കിടന്നു. തെളിവുകൾ എപ്പോഴും അടുത്തായിരിക്കും. കാണാനുള്ള കണ്ണുകൾ മാത്രം മതി. എൻ്റെ തൊണ്ട വരണ്ടു. കമാൻഡർ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തം. ഒരുപക്ഷെ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് വരെ.
അവൻ എന്നെ അവൻ്റെ നിഴൽ കാണിച്ചുകൊണ്ട് വീണ്ടും അപ്രത്യക്ഷനാക്കുന്ന കളി കളിച്ചു. ഞാൻ പുറത്തേക്ക് ഓടി, തെരുവിൽ തിരഞ്ഞു. മൂടൽമഞ്ഞിൽ കാലടികളുടെ ശബ്ദം കുറച്ചു നേരം കേട്ടു. പിന്നെ പൂർണ്ണ നിശബ്ദത. പിന്നിൽ നിശബ്ദമായ നഗരം, മുന്നിൽ ചതി മാത്രം. തിരിച്ചു വന്ന കസാരയിൽ തളർന്നിരുന്നു. മനസ്സിൽ കൊടുങ്കാറ്റായിരുന്നു. ഏറ്റവും വലിയ സംശയം ഇപ്പോൾ ബിയേഡിൻ്റെ മേലായിരുന്നു. പക്ഷേ തെളിവുകൾ ഇപ്പോഴും പൂർണ്ണമല്ല. കമാൻഡർ വീണ്ടും വീണ്ടും എൻ്റെ ടീമിനെയും എൻ്റെ ബന്ധങ്ങളെയും സംശയിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം, ഈ കളിയുടെ ഒരു ലക്ഷ്യം വ്യക്തമായി കാണാൻ കഴിഞ്ഞു. എന്നെ ഒറ്റപ്പെടുത്തുക, എൻ്റെ വിശ്വാസം തകർക്കുക. പക്ഷെ ഒരു കാര്യം ഇപ്പോൾ ഉറപ്പായി, അതാരായാലും അവൻ എനിക്ക് വളരെ അടുത്തവനാണ്. എൻ്റെ ശ്വാസം പോലും എണ്ണാൻ കഴിയുന്നത്ര അടുത്ത്. രാവിലെ കണ്ണു തുറന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ കത്തുന്ന ചോദ്യങ്ങളുടെ ചൂട് കുറഞ്ഞിരുന്നില്ല. ആരാണ് സത്യം, ആരാണ് കള്ളം? ടേബിളിൽ അപ്പോഴും ആ ചിത്രങ്ങളുണ്ടായിരുന്നു. ഗോഡൗണിൽ നിന്നും ഞാൻ എടുത്തുകൊണ്ടുവന്നവ. നിന്റെ അടുത്തുള്ളവൻ തന്നെയാണ് നിന്റെ വേട്ടക്കാരൻ എന്ന് ഈ ചിത്രങ്ങൾ എന്നോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഞാൻ കാപ്പിയെടുത്ത് ബിയേഡിൻ്റെ ചിത്രം നോക്കി. ഫയലിൽ കണ്ടെത്തിയ ബാങ്ക് അക്കൗണ്ട്, അവൻ്റെ ബന്ധുവിൻ്റെ പേര്, അവൻ്റെ വിറയ്ക്കുന്ന ചുണ്ടുകൾ, ഇതെല്ലാം എനിക്ക് സൂചനകളായിരുന്നു. അന്ന് ഓഫീസിലെത്തിയപ്പോൾ അന്തരീക്ഷം കൂടുതൽ കലുഷിതമായിരുന്നു. ആൻഡ്രിയാസ് രക്ഷപ്പെട്ടതിന് ശേഷം വകുപ്പിൽ ചോദ്യങ്ങൾ ഉയർന്നു. എല്ലാവരും അസ്വസ്ഥരായിരുന്നു. പക്ഷേ ഞാൻ നിശബ്ദമായി എല്ലാവരുടെയും ഓരോ നീക്കവും ശ്രദ്ധിച്ചു. ചിലപ്പോൾ നിശബ്ദമായി നോക്കിയിരിക്കുന്നത് ഏറ്റവും ഫലപ്രദമായ ചോദ്യം ചെയ്യലാണ്. ഉച്ചയ്ക്ക് ശേഷം ഞാൻ ബിയേഡിനെ എൻ്റെ മുറിയിലേക്ക് വിളിച്ചു. വന്ന ഉടൻ അവൻ സാധാരണഗതിയിൽ പെരുമാറാൻ ശ്രമിച്ചു. അതെ ഹാരി, എന്തെങ്കിലും സംസാരിക്കാനുണ്ടായിരുന്നോ? അവൻ പറഞ്ഞു. ഞാൻ വളച്ചുകെട്ടില്ലാതെ അവൻ്റെ നേർക്ക് ബാങ്ക് ഇടപാടുകളുടെ കോപ്പി നീക്കി. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ കല്ലിനെ പോലെയായി. ഇതെവിടുന്ന് കിട്ടി? അവൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉത്തരം ആദ്യം നീ തരൂ. ഈ തുക നിന്റെ അളിയൻ്റെ അക്കൗണ്ടിൽ എന്തിനാണ് വന്നത്? കവർച്ച നടന്ന അതേ ദിവസം. അവൻ ഒരു നിമിഷം നിശബ്ദനായി, പിന്നെ ചിരിക്കാൻ ശ്രമിച്ചു. ഹാരി, നീ എന്ത് നിഗമനത്തിലാണ് എത്തുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ തുകയുമായി എനിക്കൊരു ബന്ധവുമില്ല. ഒരുപക്ഷെ ബാങ്കിൻ്റെ ഏതെങ്കിലും തകരാറുകളായിരിക്കാം. ഞാൻ മേശയിൽ കൈയിട്ടടിച്ചു. വിഡ്ഢിത്തം പറയാതെ, ഈ കൃത്യമായ തീയതിയിൽ തകരാറുകൾ ഉണ്ടാവില്ല. നീ എന്നോടെല്ലാം പറയുക, അല്ലെങ്കിൽ ഞാൻ ഈ ഫയൽ ആഭ്യന്തര അന്വേഷണ വിഭാഗത്തിന് കൈമാറും. അവൻ്റെ മുഖത്തെ പരിഭ്രാന്തിയുടെ വരകൾ കൂടുതൽ ആഴത്തിലായി. എന്നിട്ട് തല താഴ്ത്തി പതിയെ പറഞ്ഞു, ഞാൻ കുടുങ്ങിപ്പോയി ഹാരി. എനിക്ക് കുറച്ച് കടമുണ്ടായിരുന്നു. അവൻ എൻ്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തി. ഞാൻ അവൻ്റെ സംസാരം മുറിച്ചു. അപ്പോൾ നീ നിന്റെ സ്വന്തം വകുപ്പിൻ്റെ, നിന്റെ സുഹൃത്തുക്കളുടെ വിശ്വാസം വിറ്റോ? അവൻ്റെ ശബ്ദം വിറച്ചു. ഞാൻ ചെറിയ വിവരങ്ങൾ മാത്രമാണ് നൽകിയത്. ഗാർഡുകൾ എപ്പോഴാണ് മാറുക, ഏത് ശാഖയിലാണ് തിരക്കുള്ളതെന്നെല്ലാം അവർക്കറിയാമായിരുന്നു. ഇത്രയൊക്കെ മതിയാകുമെന്ന് ഞാൻ കരുതി. ആരുടെയും ജീവൻ പോകില്ലെന്ന് ഞാൻ വിചാരിച്ചു. ദേഷ്യം കൊണ്ട് എൻ്റെ കൈകൾ വിറച്ചു. പക്ഷെ ഒരു സ്ത്രീ മരിച്ചു ബിയേഡ്. ഇപ്പോൾ ഈ നഗരം മുഴുവനും ഭയത്തിൽ ജീവിക്കുകയാണ്, നിന്റെ ഈ ദൗർബല്യം കാരണം. അവൻ വളരെ കഷ്ടപ്പെട്ട് പറഞ്ഞു. കമാൻഡറെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അവൻ എന്നെയും ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഞാൻ അവൻ്റെ ജോലി ചെയ്തില്ലെങ്കിൽ എൻ്റെ അളിയനെ കൊല്ലുമെന്ന്. എൻ്റെ തലച്ചോറിൽ ഒരു ചുറ്റികയ്ക്ക് അടി കിട്ടിയ പോലെ തോന്നി. അതായത് ഇത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കമാൻഡർ നിഴൽ മാത്രമല്ല, ഭയത്തെയും ദൗർബല്യത്തെയും ആയുധമാക്കുന്നു. പ്രത്യേകിച്ച് എന്നെപ്പോലുള്ളവരുടെ ദുർബലമായ കണ്ണുകളെ പിടിച്ച്. ഞാൻ ദേഷ്യം അടക്കി പിടിച്ചു പറഞ്ഞു, നീ ചെയ്തതൊരു കുറ്റമാണ്. ഈ കളിയിൽ നീ ഇപ്പോഴും ഒരു കരു മാത്രമായിരിക്കും. നിനക്ക് ശരിക്കും നിന്റെ കുടുംബത്തെ രക്ഷിക്കണമെങ്കിൽ കമാൻഡറെ പിടിക്കാൻ കഴിയുന്ന വിവരങ്ങൾ നൽകുക. അവൻ ദീർഘമായി ശ്വാസം വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഒരു തവണ അവൻ എന്നെ നഗരത്തിന് പുറത്തുള്ള പഴയ ഗോഡൗണിലേക്ക് വിളിച്ചിരുന്നു. പക്ഷെ അവിടെ അവൻ്റെ ആളാണ് വന്നത്. അവൻ ഒറ്റയ്ക്കല്ല. ആ മനുഷ്യൻ പറഞ്ഞു, അടുത്ത ഘട്ടത്തിൽ അവൻ്റെ കണ്ണ് പണത്തിൽ മാത്രമല്ല, ആളുകളുടെ ജീവനിലായിരിക്കും. അടുത്ത തവണ ബാങ്കിലല്ല, ഒരു വലിയ പൊതുസ്ഥലത്ത് സ്ഫോടനമുണ്ടാക്കും. എൻ്റെ നട്ടലിലൂടെ തണുപ്പിറങ്ങിപ്പോയി. ഞാൻ അവന് നേർക്ക് വിരൽ ചൂണ്ടി. ഇന്നു മുതൽ നിന്റെ ഓരോ ശ്വാസവും എനിക്ക് കടപ്പെട്ടിരിക്കുന്നു. ഒരു വാക്ക് പോലും ഒളിച്ചു വച്ചാൽ നിനക്കൊരിടവും ഉണ്ടാകില്ല. അവൻ കസാരയിൽ തളർന്നിരുന്നു, കണ്ണുകൾ താഴ്ത്തി. മുറിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ആദ്യത്തെ സത്യം കിട്ടിയിരിക്കുന്നു. ബിയേഡ് ഒരു കരു മാത്രമാണ്. യഥാർത്ഥ കളിക്കാരൻ ഇപ്പോഴും നിഴലാണ്. വൈകുന്നേരം ഓഫീസ് ഒഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തിറങ്ങി. നഗരത്തിലെ തണുപ്പ് ഇപ്പോൾ കൂടുതൽ ആഘാതമായിരിക്കുന്നു. റോഡിലൂടെ കടന്നു പോകുന്ന ആളുകൾ അവരവരുടെ ലോകത്തായിരുന്നു. പക്ഷെ എനിക്ക് ഓരോ മുഖവും ഏതെങ്കിലും തരത്തിലുള്ള മുഖംമൂടി പോലെ തോന്നി. എനിക്കറിയാമായിരുന്നു അടുത്ത നീക്കം കൂടുതൽ മാരകമായിരിക്കും. ഈ പോരാട്ടം ഇനി സമയത്തിനെതിരാണ്. വീട്ടിലേക്ക് മടങ്ങി ഒറ്റയ്ക്കിരുന്നു. ഉള്ളിലെ ശൂന്യത കൂടുതൽ വലുതായി. ഗ്ലാസ് കയ്യിലെടുത്തു. പക്ഷെ ഇപ്പോൾ മദ്യത്തെ പോലും പേടി തോന്നി. ഒരു പക്ഷെ ഇതായിരിക്കില്ലേ എൻ്റെ അടുത്ത കെണി? ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇല്ല, ഞാൻ വീഴില്ല. ഈ കളിയുടെ യഥാർത്ഥ മുഖം കാണാതെ ഞാൻ അടങ്ങിയിരിക്കില്ല. പക്ഷെ മനസ്സിൽ വ്യക്തമായിരുന്നു, കമാൻഡർ പുറത്തല്ല, എൻ്റെ അടുത്ത് എവിടെയോ ഉണ്ട്. വിശ്വാസം ഏറ്റവും ശക്തമായിരിക്കേണ്ട ആ വൃത്തത്തിൽ ബിയേഡിൻ്റെ വായിൽ നിന്നും വന്ന ഒറ്റ വാചകം എൻ്റെ ശ്വാസം നിലച്ചതുപോലെയാക്കി. അടുത്ത തവണ ബാങ്കിലല്ല, ഒരു പൊതുസ്ഥലത്ത് സ്ഫോടനമുണ്ടാകും. ഞങ്ങൾ ഇതുവരെ കണ്ട കേസുകൾ പണത്തിനും കവർച്ചയിലും ഒതുങ്ങിയിരുന്നു.
പക്ഷേ കമാൻഡറുടെ ലക്ഷ്യം അതിലും വലുതും അപകടവുമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഈ കളി ഈ നഗരത്തിൻ്റെ ജീവനുമായി ബന്ധപ്പെട്ടതാണ്. ദിവസം മുഴുവനും ഈ കാര്യം എൻ്റെ ഉള്ളിൽ ചുറ്റിക പോലെ അടിച്ചു. ഏത് പൊതുസ്ഥലം, എവിടെ, എപ്പോൾ? ഞാൻ നഗരത്തിൻ്റെ മാപ്പ് തുറന്നു. അടുത്ത ആഴ്ച നഗരത്തിൽ പല പരിപാടികളുണ്ടായിരുന്നു. സിറ്റി ഹാളിൽ ഒരു വലിയ സാംസ്കാരിക പരിപാടി, സ്റ്റേഡിയത്തിൽ ഒരു ഫുട്ബോൾ മത്സരം, ക്രിസ്മസിന് മുമ്പ് നഗരത്തിലെ പ്രധാന സ്ക്വയറിൽ നടക്കാൻ പോകുന്ന മാർക്കറ്റ്. ഈ 3 സ്ഥലങ്ങളിലും വലിയ ജനക്കൂട്ടമുണ്ടാകും. എന്തു ചെയ്യും? എല്ലാ സ്ഥലത്തും സുരക്ഷ വർദ്ധിപ്പിക്കാൻ കഴിയില്ല. കമാൻഡർ ഏത് ലക്ഷ്യത്തിൽ കൈവയ്ക്കുമെന്ന് ഞാൻ തീരുമാനിക്കണം. ഞാൻ മാതൃകയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ബാങ്ക്, തിരക്കുള്ള സമയം, കവർച്ചയ്ക്ക് ശേഷം വ്യക്തമായ സന്ദേശം, ഭയം കാണിക്കുക. ഈ മാതൃക സൂചിപ്പിച്ചത് അവൻ എപ്പോഴും ജനങ്ങൾക്ക് നേരിട്ട് ആഘാതമേൽക്കുന്ന സ്ഥലമാണ് തിരഞ്ഞെടുക്കുക എന്നതാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ സംശയം മെയിൻ സ്ക്വയറിലായിരുന്നു. ക്രിസ്മസ് മാർക്കറ്റ്, ആയിരക്കണക്കിന് ആളുകൾ, കുട്ടികൾ, കുടുംബങ്ങൾ. അവിടെ ഒരു സ്ഫോടനം നഗരത്തെ മുഴുവനും പിടിച്ചുലയ്ക്കും. ഞാൻ ടീമിനോട് പറഞ്ഞു, അവിടെ സുരക്ഷ ഇരട്ടിയാക്കുക. ഓരോ മേൽക്കൂരയും, ഓരോ ജനലും, ഓരോ വാനും പരിശോധിക്കണം. പക്ഷെ എൻ്റെ ഉള്ളിലെ അസ്വസ്ഥത അപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ കമാൻഡർ ആഗ്രഹിക്കുന്നത് ഇതായിരിക്കും. ഞങ്ങളെ ഒരിടത്ത് പറ്റിച്ചു നിർത്തി യഥാർത്ഥ ആക്രമണം മറ്റെവിടെയെങ്കിലും ആക്കുക. ഈ ആശയക്കുഴപ്പത്തിൽ രാത്രിയായി. ഞാൻ ഒറ്റയ്ക്ക് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മഞ്ഞപ്പോൾ കൂടുതൽ കട്ടിയാകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചു. സ്ക്രീൻ ശൂന്യം. അതേ ശബ്ദം വീണ്ടും മുഴങ്ങി. വളരെ നന്നായി ഹാരി, നീ ശരിയായ സ്ഥലത്താണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ നിനക്ക് നിന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുമോ? ജനക്കൂട്ടത്തിൽ യഥാർത്ഥ മുഖം നീ തിരിച്ചറിയുന്നതുവരെ നിനക്ക് വിജയിക്കാൻ കഴിയില്ല. ഞാൻ അലറി, കമാൻഡർ, മുന്നിൽ വാ. അവൻ ചിരിച്ചു. ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഞാൻ തന്നെയാണ് ജനക്കൂട്ടം. നീ എന്നെ തിരഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ നിന്റെ ഭയം കണ്ട് ആസ്വദിക്കുകയും ചെയ്യും. നാളത്തെ ദിവസം അവിസ്മരണീയമാകും. ലൈൻ കട്ടായി. ഞാൻ പിസ്റ്റളിൻ്റെ പിടുത്തം കൂടുതൽ മുറുക്കി. ശരീരം മുഴുവനും മരവിച്ചു പോയിരുന്നു. രാവിലെ തന്നെ സുരക്ഷാ ടീമിനോടൊപ്പം സ്ക്വയറിലെത്തി. തടിയിൽ തീർത്ത സ്റ്റാളുകൾ, വെളിച്ചം, കുട്ടികളുടെ ചിരി, മധുരമുള്ള സുഗന്ധം. ഇതിനിടയിൽ എൻ്റെ ചെവികൾ ഓരോ ശബ്ദത്തിനും ജാഗരൂകമായിരുന്നു. ഇത് സാധാരണ ജനക്കൂട്ടമാണെന്ന് തോന്നി. പക്ഷേ എനിക്ക് ഓരോ നിഴലും അപകടം പിടിച്ചതാണെന്ന് തോന്നി. മണിക്കൂറുകളോളം തിരച്ചിൽ തുടർന്നു. ഓരോ ബാഗും പരിശോധിച്ചു, ഓരോ വണ്ടിയും തടഞ്ഞു. പക്ഷെ ആരും സംശയത്തിൻ്റെ നിഴലിൽ വന്നില്ല. ബിയേഡിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവൻ്റെ മുഖം ജാഗ്രതയുള്ളതായിരുന്നു, പക്ഷേ ക്ഷീണിച്ചതും. ഞാനല്പം അയഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് ഒരാളുടെ മേൽ പതിഞ്ഞു. അവൻ കട്ടിയുള്ള കോട്ട് ധരിച്ചിരിക്കുന്നു. തോളിൽ ഒരു ബാഗുണ്ടായിരുന്നു. ജനക്കൂട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി നടക്കുന്ന അവൻ്റെ നടത്തത്തിൽ വിചിത്രമായൊരു പരിഭ്രമമുണ്ടായിരുന്നു. ഞാൻ ഉടൻ തന്നെ അവനെ പിന്തുടർന്നു. ശബ്ദം കൊടുത്തു, നിൽക്ക്, പോലീസാണ്. ഒറ്റ ഓട്ടമായിരുന്നു അവൻ. ജനക്കൂട്ടം ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി. ഞാനും അവൻ്റെ പിന്നാലെ ഓടി. കൂടെ ബിയേഡും മറ്റു ഉദ്യോഗസ്ഥരും എത്തി. ആ മനുഷ്യൻ സ്റ്റാളുകൾക്കിടയിലൂടെ ഓടി ഒരു ഇരുണ്ട തെരുവിലേക്ക് കയറി. ഞാൻ ചാടി അവൻ്റെ ബാഗിൽ പിടിച്ചു. അവൻ ശക്തിയായി കുടഞ്ഞു. എൻ്റെ കൈ വിട്ടുപോയി. അവൻ പിസ്റ്റൾ വലിച്ചു. വെടിയുതിർക്കുന്നതിന് മുമ്പ് ഞാൻ വെടിവെച്ചു. അവൻ്റെ ആയുധം നിലത്ത് വീണു. അവൻ്റെ ബാഗിൽ ബോംബുണ്ടായിരുന്നു. ടൈമർ സെറ്റ് ചെയ്തിരിക്കുന്നു. എൻ്റെ ശരീരം മുഴുവനും ഒരു മിന്നൽ കടന്നുപോയി. ഉടൻ തന്നെ ബോംബ് സ്ക്വാഡിനെ വിളിച്ചു വരുത്തി. വിയർപ്പ് നെറ്റിയിൽ നിന്നും ഒഴുകുന്നുണ്ടായിരുന്നു. നിമിഷങ്ങൾ എണ്ണി എണ്ണി അവർ ബോംബ് നിർവീര്യമാക്കി. ജനക്കൂട്ടം ഇപ്പോൾ നിശബ്ദതയിലായിരുന്നു. നഗരം രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിൽ നിറഞ്ഞു. പക്ഷെ എൻ്റെ ഉള്ളിൽ മറ്റെന്തോ ആഴത്തിലായി. ആ മനുഷ്യൻ ആരായിരുന്നു? അവനോട് ചോദ്യം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, കമാൻഡർ പറഞ്ഞു ജനക്കൂട്ടത്തിൽ ഭയം വരുത്തുക. കമാൻഡർ എവിടെയാണ്? ഞാൻ ചോദിച്ചു. അവൻ ദുർബലമായി ചിരിച്ചു. നീ ചിന്തിക്കുന്നതിനേക്കാൾ അടുത്താണ്. ഇത് പറഞ്ഞുകൊണ്ട് അവൻ കണ്ണടച്ചു. വിഷം പുരട്ടിയ ഗുളിക അവൻ്റെ പല്ലുകൾക്കിടയിൽ ഒളിച്ചിരുന്നു. അവൻ അവിടെ തന്നെ മരിച്ചു വീഴുകയും ചെയ്തു. ഞാൻ വല്ലാതെ ഇളകിപ്പോയി. അവസാന വാക്കുകളിലും അവൻ അത് തന്നെ പറഞ്ഞു, അടുത്ത്, വളരെ അടുത്ത്. ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു, കമാൻഡർ ആക്രമണം തടയാൻ മാത്രമല്ല ശ്രമിച്ചത്. ഞാൻ തുടർച്ചയായി കുഴങ്ങിപ്പോകാൻ വേണ്ടി അവൻ മനഃപൂർവ്വം സൂചനകൾ ഉപേക്ഷിച്ചു. രാത്രി ഒറ്റയ്ക്കിരുന്നു. ഗ്ലാസ് നിറയ്ക്കാൻ എൻ്റെ കൈകൾ വിറച്ചു. കുപ്പി ദൂരേക്ക് വെച്ചു. ഈ കെണി വീണ്ടും എന്നെ ദൗർബല്യത്തിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇല്ല, ഞാൻ വീഴില്ല. ഈ കളിയുടെ യഥാർത്ഥ മുഖം കാണാതെ ഞാൻ അടങ്ങിയിരിക്കില്ല. പക്ഷെ ഹൃദയത്തിൽ വ്യക്തമായിരുന്നു, കമാൻഡർ പുറത്തല്ല, അവൻ എൻ്റെ വളരെ അടുത്താണ്. വിശ്വാസം ഏറ്റവും ശക്തമായിരിക്കേണ്ട ആ വൃത്തത്തിൽ തന്നെ. കമാൻഡറെ പിടികൂടിയ ശേഷം വകുപ്പിലെ ഹാളിൽ ആദ്യമായി ആശ്വാസത്തിൻ്റെ നെടുവീർപ്പുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖം ഇപ്പോൾ അല്പം തെളിഞ്ഞിരിക്കുന്നു. മാധ്യമങ്ങളിൽ ആളുകൾ കൈയടിച്ചു. പത്രങ്ങൾ എഴുതി. ഹീറോ ഇൻസ്പെക്ടർ ഹാരി ഹോൾ കമാൻഡറെ തുറന്നു കാട്ടി. ആളുകൾ ഈ കേസ് അവസാനിപ്പിച്ചു. പക്ഷെ എനിക്കിത് മറ്റൊരു തുടക്കം മാത്രമായിരുന്നു. നിയമപരമായ നടപടികൾ ആരംഭിച്ചു. ബിയേഡിനെ എല്ലാവരുടെയും മുന്നിൽ കമാൻഡർ എന്ന നിലയിൽ കോടതിയിൽ ഹാജരാക്കി. അവിടെ അവൻ ഒരു പ്രതിരോധവും ചെയ്തില്ല. തോൽവി പോലും തൻ്റെ വിജയമാണെന്ന മട്ടിൽ അവൻ ചിരിച്ചുകൊണ്ടേയിരുന്നു. ജഡ്ജി അവൻ്റെ കുറ്റങ്ങൾ വായിച്ചപ്പോഴും സാക്ഷികൾക്ക് മുന്നിൽ വന്നപ്പോഴും അവൻ അതേ തണുത്ത കണ്ണുകളോടെ എന്നെ തന്നെ നോക്കി. അവൻ പറയുന്നത് പോലെ, നീ എന്നെ പിടികൂടി,
പക്ഷേ നിന്നിൽ നിന്നും നിന്നെ ആരാണ് രക്ഷിക്കുക ഹാരി? ഞാൻ കോടതിയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ പത്രപ്രവർത്തകർ വളഞ്ഞു, ചോദ്യങ്ങൾ വർഷിച്ചു. പക്ഷേ ഒരു ചോദ്യത്തിനും ഞാൻ മറുപടി പറഞ്ഞില്ല. രാത്രി ഒറ്റയ്ക്ക് ഫ്ലാറ്റിൽ തിരിച്ചെത്തി. മുറിയിൽ പ്രവേശിച്ചപ്പോൾ അതേ നിശബ്ദത, അതേ പരിചിതമായ ഭയപ്പെടുത്തുന്ന ഭിത്തികൾ. ഞാൻ കുപ്പിയെടുത്തു. വിരലുകൾ വിറച്ചു, പക്ഷേ ഗ്ലാസ് നിറച്ചില്ല. ഈ ദൗർബല്യത്തെയാണ് കമാൻഡർ ആയുധമാക്കിയതെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ കുപ്പി തിരികെ വെച്ച് കസാരയിലേക്ക് ഇരുന്നു. കണ്ണടച്ചപ്പോൾ വീണ്ടും അതേ ശബ്ദം കേട്ടു, ബിയേഡിന്റെ ചിരി. ഹാരി, നിന്റെ ഉള്ളിൽ ഇരുട്ടൊരിക്കലും മരിക്കില്ല. നിനക്കെന്നെ തോൽപ്പിക്കാൻ കഴിയും, പക്ഷെ നിന്നോട് തന്നെ ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. ഞാൻ കണ്ണു തുറന്നു. മുറി ശൂന്യമായിരുന്നു, പക്ഷെ ഹൃദയത്തിൽ സത്യമുണ്ടായിരുന്നു. അവൻ പറഞ്ഞത് ശരിയായിരിക്കാം. റാക്കേൽ എന്നെ കാണാൻ വന്നു. അവളുടെ മുഖത്ത് ക്ഷീണവും ഭയവും ഇപ്പോഴും ഉണ്ടായിരുന്നു. അവൾ പതുക്കെ പറഞ്ഞു, എല്ലാവരും പറയുന്നത് ഇത് അവസാനിച്ചെന്ന്. പക്ഷെ നീ എന്തിനാണ് ഇത്ര അസ്വസ്ഥനായിരിക്കുന്നത്? ഹാരി, നീ ജയിച്ചു. ഞാൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, വിജയം. അതെ, നഗരം കുറച്ചു കാലത്തേക്ക് സുരക്ഷിതമാണ്. പക്ഷെ യഥാർത്ഥ ശത്രു പുറത്തുള്ളതിനേക്കാൾ അകത്താണ്. ഞാൻ ആ ഇരുട്ടിനോട് ദിവസവും പോരാടുന്നു. റാക്കേൽ, ചിലപ്പോൾ നിനക്ക് തോന്നും എൻ്റെ തോൽവി ഉറപ്പാണെന്ന്. അവൾ എൻ്റെ കയ്യിൽ പിടിച്ചു. എങ്കിൽ പോരാടുക തന്നെ ചെയ്യുക. കാരണം ഇത് ജയപരാജയങ്ങളുടെ കളിയല്ല. ഇവിടെ ജീവിതത്തിൽ രണ്ടുമുണ്ടാകും. അവളുടെ വാക്കുകൾ ആശ്വാസം നൽകുന്നത് പോലെയായിരുന്നു. ഞാൻ കുറച്ചു നേരം അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു. പക്ഷെ അവൾ പോയപ്പോൾ രാത്രി വീണ്ടും പഴയതുപോലെയായി. നിശബ്ദം, തണുത്തത്. പുറത്ത് മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു, വെളുപ്പും നിശബ്ദതയും. പക്ഷെ എനിക്കറിയാം, ഈ വെളുപ്പിനടിയിൽ ആ കറുത്ത പാടിപ്പോഴും ശ്വാസമെടുക്കുന്നുണ്ടെന്ന്. കമാൻഡർ ജയിലിലാണ്, ആളുകൾ സമാധാനമായി ഉറങ്ങുന്നു. പക്ഷെ എനിക്കറിയാം, ഇതൊരവസാനമല്ല. ഈ കളി പുതിയ മുഖങ്ങൾ, പുതിയ പേരുകൾ, പുതിയ വഴികളിലൂടെ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം. അന്ന് വീണ്ടും എനിക്ക് എൻ്റെ ഉള്ളിലെ ഇരുട്ടിനോട് ഏറ്റുമുട്ടേണ്ടി വരും. ഞാൻ ജനലിൻ്റെ പുറത്തേക്ക് വീഴുന്ന മഞ്ഞിനെ നോക്കി എന്നോട് തന്നെ പറഞ്ഞു, ഹാരി ഹോളിൻ്റെ ജോലി ഒരിക്കലും അവസാനിക്കുന്നില്ല. കാരണം ഇരുട്ട് എപ്പോഴും തിരികെ വരും. അപ്പോൾ എല്ലാവർക്കും കഥ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? എന്തായാലും പുതിയ കഥയുമായി വീണ്ടും വരാം. ഇനിയൊരു മലയാള കഥയുമായി വരാം. കാരണം ഇപ്പോൾ 2 ഹോളിവുഡ് സ്റ്റോറിയല്ല പറഞ്ഞത്. ഇനി നമുക്ക് മലയാള കഥയുമായി വീണ്ടും കാണാം. ലവ് യു ഓൾ, ബൈ.